പ്രൈസ് ഗോഡ്. എല്ലാവർക്കും സന്ധ്യാവന്ദനം. ഹായ് ബ്രദേഴ്സ്, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഞാൻ ഒരു പഠനം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മാറി. വെളിപ്പാട് പുസ്തകത്തിനായിട്ട് ബന്ധമുണ്ടെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുന്ന പഠനത്തിൽ നിന്ന് അല്പം അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു ജനറൽ ടീച്ചിങ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകും. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ജിനു, പ്രദീപ് ഫ്രണ്ട്സ്, പ്രസാദ് ബ്രദർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സോ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ നിന്ന് ആധാരമായിട്ടാണ് ഷലോം അലൈക്കും പ്രസാദ് ഫിലിപ്പ്. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുന്ന ഭാഗമല്ല, വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഗമാണ്. എനിക്കത് ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. 21-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. 21-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കാണുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമി. ഒത്തിരി കോൺട്രവേഴ്സ്യലായിട്ടുള്ള, ഒരുപാട് ധാരണപ്പിശകുള്ള, ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട 1-2 പദപ്രയോഗങ്ങളാണ് നമ്മളിന്ന് ഈ സന്ധ്യയിൽ വളരെ ചുരുങ്ങിയ സമയത്ത് ധ്യാനിക്കാൻ പോകുന്നത്. എന്താണ് ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്? നമ്മളിത് ക്രൈസ്തവ ലോകത്ത് വളരെ പ്രചാരം നേടിയ വ്യാഖ്യാനങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അതിൽ പൊതുവായിട്ടുള്ള ഒരു ധാരണ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്ന ശേഷം അവൻ ഈ ഭൂമിയിൽ വന്ന 1000 ആണ്ട് വാഴ്ച തുടങ്ങുമ്പോൾ, ആ വാഴ്ച ആരംഭിച്ച് ആ കർത്താവ് ഇവിടെ ഒരു പുതിയ ഭൂമി, പുതിയ ആകാശം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ, ഈ ഭൂമി, ഈ കാണുന്ന ഭൂമി തീക്കായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പൊതുവെ പഠിപ്പിക്കുന്നത്. അതായത് തീ കൊണ്ട് ഇതിനെ ദൈവം ഫുള്ള് കത്തിച്ച് കളയും. കത്തിച്ചിട്ട് ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും ഉണ്ടാക്കും. ഇത് ക്രിസ്തീയ സമൂഹത്തിനിടയിലെ വളരെ കോമൺ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നിങ്ങൾ ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുറേ തെറ്റിദ്ധാരണകൾ മാറാൻ നമ്മുടെ ഈ ലൈവ് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ധാരാളം ആളുകൾ പറയാറുള്ളത് ഇങ്ങനെയാണ്: പിന്നെ അവിടെ പാപികളില്ല, അശുദ്ധരില്ല, വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും. അപ്പോൾ അവിടെ തിന്മയില്ല. ഇങ്ങനെ ഒത്തിരി വലിയ വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാറുണ്ട്. എന്നാൽ എന്താണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും? ഇത് നമ്മൾ ഈ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ജനറലായിട്ട് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ എസ്കറ്റോളജി പഠിക്കുമ്പോൾ കൃത്യമായിട്ടും ബാബുരാജ് ബ്രദർ, ഹായ് റെവറൻഡ് തോമസ് മാത്യു, ഹായ്, പ്രൈസ് ഗോഡ്. ഓക്കെ, വെളിപ്പാട് പുസ്തകം 21-ൽ പുതിയ ആകാശം പുതിയ ഭൂമി, ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ധാരണപ്പിശകുകൾ നമ്മുടെ ഇടയിലുണ്ടത്. കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്ന വലിയ പഠിതാക്കൾ, വലിയ പണ്ഡിതരായ ആളുകൾ പോലും പറയുന്നത് ഈ ഭൂമിയെ ദൈവം തീക്കായിട്ട്
സൂക്ഷിച്ചിരിക്കുകയാണ്. തീ കൊണ്ട് ഇത് കത്തി ഫുള്ള് ഇത് ക്ലീനാവും. ക്ലീനായിട്ട് വീണ്ടും ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടായി വരും. പഴയ ആകാശം പിന്നെ ഇല്ല, പഴയ ഭൂമിയില്ല. ഇങ്ങനെയുള്ള ധാരാളമായിട്ടുണ്ട്. എന്നാൽ എൻ്റെ ചിന്താഗതി മാറിയതിനൊരു കാരണമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇതിനെ വിശദീകരിക്കും. 21-ാം അധ്യായത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും കുറിച്ച് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ടിത് പറഞ്ഞ ശേഷം പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുന്നു. 22-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് സ്വച്ഛസ്ഫടിക തങ്കതുല്യമായ തെരുവീതി, പുതിയ യെരൂശലേം 21-ന്റെ അവസാനം, അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും അവിടെ ആവശ്യമില്ല, നക്ഷത്രങ്ങളുടെ പ്രകാശം ആവശ്യമില്ല, കുഞ്ഞാടാണ് അതിൻ്റെ വെളിച്ചം. വാതിൽ തുറന്നിട്ടിരിക്കുക. എന്തിനാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു. പാപിയില്ല, രോഗമില്ല, ദുഃഖമില്ല, സങ്കടമില്ല, നിന്ദയില്ല, നിലവിളിയില്ല, കഷ്ടമില്ല, ഒന്നുമില്ല. നമ്മൾ പറയുന്ന ഈ കാണുന്ന ഭൂമിയിൽ ഒരു പ്രതിസന്ധി ഇല്ലാത്ത ഭയങ്കരമായിട്ടൊരു ഭൂമി, അതാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 21-ൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ട ശേഷം 22-ൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ചിന്ത മാറിയത് ഈ ഭാഗത്താണ്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി 22-ന്റെ 1-ാം വാക്യം, പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അപ്പം ജീവന്റെ ജലനദി കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി കണ്ടു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. നിങ്ങളിത് ശ്രദ്ധിക്കണം. ഈ നദി അങ്ങോട്ട് ഒഴുകുന്നുണ്ട്. ആ നദിയുടെ 2 വശങ്ങളിലും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. അടുത്തത് വൃക്ഷത്തിൻ്റെ ഇല. ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കട്ടെ, തലച്ചോറുള്ളവർ ചിന്തിക്കട്ടെ, ബ്രെയിൻ വാഷ്ഡ് ആകാത്ത ആളുകൾ ചിന്തിക്കട്ടെ. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രിയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. താഴോട്ട് വായിക്കുന്നു. പിന്നെ അവനോട് വചനങ്ങൾ പറയുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. 13-ാമത്തെ വാക്യം, ഒന്നാമനും ഒടുക്കത്തവനുമാകുന്നു, ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. 22-ൽ നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ, അതിൽ പ്രവർത്തിക്കുന്ന ഏവനും പുറത്തു തന്നെ. അപ്പം പുത്തൻ യെരൂശലേം വന്നു, പുതിയ ആകാശം പുതിയ ഭൂമി വന്നു. എന്നിട്ടും പാപികൾ പുറത്ത് തന്നെ. അപ്പോൾ പുറത്ത് പാപി ഉണ്ടെങ്കിൽ അകത്ത് പ്രവേശിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട്, വേണ്ടതുകൊണ്ട്, അവർ പ്രവേശിക്കേണ്ടതുകൊണ്ട് പുത്തൻ യെരൂശലേമിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ പുത്തൻ യെരൂശലേമിൻ്റെ വാതിൽ തുറന്നിട്ട് പുറത്ത് ജാതികൾ, പാപികൾ, അശുദ്ധന്മാർ, അവരിലേക്ക് ഒഴുകിച്ചെല്ലുന്ന ജീവജല നദി. നമ്മളിത് ശ്രദ്ധിക്കണം. എന്നിട്ട് പറഞ്ഞു, ആ ജീവജല നദിയുടെ ഇരുവശങ്ങളിൽ ജീവന്റെ വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അപ്പം രോഗശാന്തിക്ക് വേണ്ടി ഒഴുകുന്ന ഒരു നദി. എപ്പോൾ? പുത്തൻ യെരൂശലേമിൻ്റെ പുറത്തോട്ട് ഈ നദി ഒഴുകുകയാണ്. രോഗശാന്തിക്ക് വേണ്ടി ഒഴുകുന്നു. പാപികളെ നോക്കി ഒഴുകുന്നു. അവരുടെ വസ്ത്രത്തെ അലക്കുന്നവർക്ക് അകത്ത് പ്രവേശിക്കാം. ആ പാപികളെ നോക്കി അവരുടെ അടുത്തേക്ക് ഈ ജൈവജല നദി ഒഴുകുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ചത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നിട്ടും പാപികളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല, രോഗങ്ങൾ മാറിയിട്ടില്ല, ശാപങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. അപ്പോൾ എന്താണ്
പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് നമുക്ക് പഠിക്കാൻ അവസരം ദൈവം തരട്ടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല ഈ ആത്മലോകം അല്ലെങ്കിൽ ഈ കാണുന്ന സിസ്റ്റം പോകുന്നത്. കാരണം വെളിപ്പാട് 22 അവസാനം, അത് കഴിഞ്ഞ് വേറൊരു പുസ്തകമില്ല. അവസാനമെങ്കിലും സ്വച്ഛസ്ഫടിക തങ്കത്തുല്യമായ തെരുവീതിയും ഏതൻ പോലൊരു സ്ഥലവും പാപവുമോ രോഗമോ ദുഃഖമോ മരണമോ നിലവിളിയോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യവും, അങ്ങനെ ഒരു ടോട്ടലി ഗോഡ് ഡൊമൈൻ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സോവറിനിറ്റി നിൽക്കുന്ന ഒരു സ്ഥലം നമ്മൾ കാണുന്നില്ല ബൈബിളിൽ. ബൈബിളിൽ അവസാനിക്കുന്നത് ഈ അശുദ്ധരെന്നും പുറത്തു തന്നെയാണ്. പക്ഷെ അവരെ കളഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടി കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു ജീവജല നദി ഒഴുകുന്നുണ്ട്. ഈ പാപികളെ സൗഖ്യപ്പെടുത്താൻ ഹീലിങ്ങിന് വേണ്ടിയുള്ള ജീവന്റെ വൃക്ഷം ഇരുവശങ്ങളിലുമുണ്ട്. അപ്പോൾ ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഈ അവസാന പുസ്തകങ്ങൾ. നമ്മൾ ഈ ആത്മലോകം പഠിപ്പിക്കുന്ന നിലയിലുള്ള പുത്തനാകാശവും പുത്തൻ ഭൂമിയുമാണെങ്കിൽ പിന്നെ എങ്ങനെ, അല്ലെങ്കിൽ തീ കൊണ്ട് ഇതിനെ കത്തിച്ച് മുഴുവൻ ശുദ്ധി വരുത്തി പുതിയതെല്ലാം പഴയതെല്ലാം മായ്ച്ചു കളഞ്ഞ് പുതിയതാണ് സ്ഥാപിച്ചതെങ്കിൽ പിന്നെ എങ്ങനെ വന്നു ഈ പാപികൾ? എവിടെ നിന്ന് വന്നു ഈ പാപികൾ? അപ്പം പുത്തനാകാശവും പുത്തൻ ഭൂമിയുമെന്ന് ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുന്ന ചിന്തകളെ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയാം. തങ്ങളുടെ സ്ഥലച്ചോറും തങ്ങളുടെ ജീവിതവും തങ്ങളുടെ മിഷനും മറ്റൊരാൾക്ക് അടിയറവ് പറയാത്ത, വേറൊരാൾക്ക് അടിമപ്പെടാത്ത ഏതൊരു മനുഷ്യനും വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പുത്തനാകാശവും പുത്തൻ ഭൂമിയും ഈ ജനം ഉദ്ദേശിക്കുന്നത് പോലെയാണോ? ഇത് നമ്മൾ പഠിക്കാനായിട്ട് ശാന്തമായിട്ട് ഞാൻ ഇന്ന് ഒന്ന് ശ്രമിക്കുകയാണ്. ഒരു ചെറിയ ശ്രമമാണ്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ 1-2 ക്ലാസ്സായിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കാൻ ഞാൻ വിശുദ്ധ തിരുവെഴുത്തിലെ 2 അധ്യായങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ഒന്ന്, ഇത് 2 യെശയ്യാവിൻ്റെ പ്രവചനത്തിലാണ്. നിങ്ങൾ വചനം പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ കയ്യിലൊരു ബൈബിൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 65, 66 അധ്യായങ്ങൾ, 2 അധ്യായങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇതൊന്നും തെളിയിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ തിരുവെഴുത്ത് വെച്ചാണല്ലോ നമ്മൾ തെളിയിക്കേണ്ടത്. എൻ്റെ ഊഹാഭോഗവും എൻ്റെ ചിന്തയും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങ് വേദോസത്തെ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പുത്തനാകാശവും പുതിയ ഭൂമിയുമാണ്, അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് 21 വന്നാൽ പിന്നെ അങ്ങോട്ട് തിന്മ കാണാൻ പാടില്ല, പാപം കാണാൻ പാടില്ല, അഴുക്ക് കാണാൻ പാടില്ല. കാരണം അതിനകത്ത് ഇതിന് യാതൊരു ചാൻസും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ പാപികൾ വന്നെന്നാണ് നമ്മൾ പഠിക്കുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം 65 അധ്യായം, ആ ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യം, 65-ന്റെ 7-ാം വാക്യം. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയോടുള്ള ദൈവത്തിൻ്റെ പ്രവചനമാണ്. ഇസ്രായേൽ എന്ന ജനതയോടുള്ള ദൈവത്തിൻ്റെ പ്രവചന ശബ്ദമാണ്. യെശയ്യാവ് പ്രവചിക്കുകയാണ്. ഈ പ്രവചനം അല്ലെങ്കിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ദൈവവചനമാണ്. 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, അതിന് മുമ്പുള്ള വാക്യം നിങ്ങൾ വായിച്ചോ. 7 ഇങ്ങനെയാണ്: നിങ്ങളുടെ അകൃത്യങ്ങൾക്കും മലകളിന്മേൽ ധൂപം കാട്ടുകയും കുന്നുകളിന്മേൽ എന്നെ ദുഷിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും കൂടെ പകരം വീട്ടും. ഞാൻ ആദ്യം അവരുടെ പ്രതിഫലം അവരുടെ മാർവിടത്തിലേക്ക് അളന്നു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് പറയുകയാണ്, നിങ്ങളുടെ അല്ലെങ്കിൽ ഈ 65, 66 അധ്യായങ്ങൾ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള പഠനത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് തുടങ്ങുന്നത്. ആദ്യം പറയുകയാണ്, നിങ്ങളുടെ സകല അകൃത്യങ്ങൾക്കും ഞാൻ അളന്ന് നിങ്ങളുടെ മാർവിടത്തിലേക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത സകല തെറ്റുകൾക്കും നിങ്ങൾ ചെയ്തു കൂട്ടിയ സകല തിന്മകൾക്കും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. നിങ്ങൾക്ക് ആ ക്രൂരമായ ജഡ്ജ്മെൻറ്റിലൂടെ നിങ്ങൾ പോകേണ്ടി വരും. 65-ന്റെ 7-ാമത്തെ വാക്യം. എന്നിട്ട് 65-ാം അധ്യായത്തിൻ്റെ തന്നെ 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. ഒരുപാട് വാക്യങ്ങളുണ്ട്. കൈവശമാക്കും എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി താഴോട്ട് വായിക്കുന്നുണ്ട്. 12-ാമത്തെ വാക്കിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയാതെയും
ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിക്കുകയും എനിക്ക് പ്രസാദമില്ലാത്ത തിരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ചു കൊടുക്കും. നിങ്ങളെല്ലാവരും കൊലയ്ക്ക് കുനിയേണ്ടി വരും. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ എൻ്റെ ദാസന്മാർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നിരിക്കും. എൻ്റെ ദാസന്മാർ പാനം ചെയ്യും, നിങ്ങളോ ദാഹിച്ചിരിക്കും. എൻ്റെ ദാസന്മാർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിച്ചിരിക്കും. എൻ്റെ ദാസന്മാർ ഹൃദയാനന്ദം കൊണ്ട് ഘോഷിക്കും, നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ചും മനോവേദയിൽ മുറയിടും. നിങ്ങളുടെ പേർ നിങ്ങൾ എൻ്റെ വ്രതന്മാർക്ക് ഒരു ശാപവാക്കായി വെച്ചു പോകും. യഹോവയായ കർത്താവ് നിന്നെ കൊന്നുകളയും, നിന്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും. മുമ്പിലത്തെ അത് 15 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുക, ഞാൻ നിങ്ങളെ നശിപ്പിക്കും, ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് ഐ വിൽ ഡിസ്ട്രോയ് യു. അതേ വാക്യം അതുപോലെ തന്നെ 66-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ, കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായുടെ കഴുത്ത് ഒടിക്കുകയും ചെയ്യുന്നവൻ, ഭോജനയാഗം കഴിക്കുകയും പന്നിച്ചോരെ അർപ്പിക്കുകയും ചെയ്യുന്നവൻ, ധൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ, ഇവർ സ്വന്തം വഴിയെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സും മ്ലേച്ഛതകൾ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും. ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും അവർ എനിക്ക് അനിഷ്ടമായത് ചെയ്ത് എനിക്ക് പ്രസാദമല്ലാത്തത് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ. സോ ഗോഡ് കൃത്യമായിട്ട് ജെറുസലേമിനോട് പറയണം, ഐ എം ഗോയിങ് ടു ഡിസ്ട്രോയ് യു. നിങ്ങൾ ചെയ്ത പാപത്തിന് പകരമായിട്ട് നിങ്ങളുടെ മാർവിടങ്ങളിലേക്ക് തിരിച്ചു വരും. നമ്പർ 1. നമ്പർ 2, ഐ എം ഗോയിങ് ടു ഡിസ്ട്രോയ് യു. ഞാൻ നിങ്ങളെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇനി മൂന്നാമതായിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു പുതിയ ജനവും പുതിയ പേരും ഞാൻ കൊടുക്കാൻ പോകും. അത് നമ്മൾ വായിക്കുന്നത് യെശയ്യാപ്രവചനം 65-ന്റെ 15-ാം വാക്യത്തിൽ നിങ്ങളുടെ പേർ നിങ്ങൾ എൻ്റെ വ്രതന്മാർക്ക് ശാപമായി വെച്ചു പോകും. യഹോവയായ കർത്താവ് നിങ്ങളെ കൊന്നല്ലേ, എൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേര് വിളിക്കും. ഒരു പുതിയ പേരോടെ പുതിയ ഒരു ജനത. അടുത്ത വാക്യം 16-ാം വാക്യം, മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോവുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കുകയും ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. സോ ഗോഡ് ഈസ് ഗോയിങ് ടു ഗീവ്. ഒരു പുതിയ ജനതയുണ്ടാകും, അവർക്ക് പുതിയ ഒരു പേരും ലഭിക്കും. നിങ്ങളുടെ പേര് അവർക്ക് ശാപമായിരിക്കും എന്ന് വിശുദ്ധ ബൈബിളിൽ കാണുന്നു. ഇപ്പം ഇവിടെ പുതുതായിട്ട് വന്നവരോട് ഞാൻ പറയാം, വി ആർ ടോക്കിംഗ് അബൌട്ട് ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ചിന്തയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന കാര്യം ഇടയ്ക്ക് വന്നവരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് പുതിയ ആകാശം, എങ്ങനെയാണ് സ്ഥാപിക്കുന്നതെന്ന്? ആദ്യം യെരൂശലേമിനോട് പറയുന്നു, നിങ്ങളുടെ അകൃത്യത്തിന് ഞാൻ പ്രതിഫലം നൽകും. 2, നിങ്ങളെ നശിപ്പിക്കും. 3, പുതിയ ഒരു നാമം, ഞാൻ പുതിയൊരു ജനത ഉണ്ടാകും, അവർക്കൊരു പുത്തൻ പേരുണ്ടാകും. അത് കഴിഞ്ഞിട്ട് 65-ൽ പറയുന്നു, 65-ന്റെ 17 പറഞ്ഞു, ഇതാ നമ്മുടെ സബ്ജക്റ്റാണ്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പലത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. 15-ാമത്തെ വാക്യത്തിൽ പുതിയ പേര് കൊടുക്കും, പുതിയ ജനത ഉണ്ടാകും. 17-ൽ പറയുന്നു, ഞാൻ എന്ത് ചെയ്യും, ഒരു പുത്തൻ ആകാശത്തെയും പുത്തൻ ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞ് നമ്മളൊരു ഒരു ഒരു ഫാൻറ്റസി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരിക്കലും അത് ബിബ്ലിക്കൽ അല്ല. കാരണം ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഫാൻറ്റസി ക്രിസ്തീയ ലോകത്തുണ്ട്. അത് നമ്മൾ പൊളിച്ച് കളഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ. ശ്യാം KS എന്ന് പറയുന്ന സഹോദരനോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുക. സജിത്തിനെ പോലെ പരിപാടിയൊന്നുമല്ല, ഇത് വേദപുസ്തകമാണ്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ, നിൻ്റെ കൈ ബൈബിൾ ഉണ്ടെങ്കിൽ, അത് വായിക്കുന്നതാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്യങ്ങളുടെ റെഫറൻസ് നോക്കി വെക്കുക. അതിനകത്ത് വല്ല തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ ഇവിടെ വന്ന് നീ ഛർദ്ദിക്കുകയും നിനക്ക് വയറ്റിളക്കം ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കരുത്. യു ജസ്റ്റ് ഗോ ടു ദ ടോയ്ലറ്റ് ആൻഡ് അവിടെ പോയി വൊമിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാനല്ല പറഞ്ഞത്. ഇവിടെ ആവശ്യമുള്ള കുറച്ച് ആളുകളുണ്ട്, അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. വരുമ്പോൾ ഉടനെ കേൾക്കാതെ ചുമ്മാതെ കുറ്റം പറയരുത്. നിനക്ക് ഛർദ്ദിൽ വരുന്നെങ്കിൽ നീ നിൻ്റെ ടോയ്ലറ്റിൽ പോയി ഛർദ്ദിക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ആവശ്യക്കാരോടാണ് സംസാരിക്കുന്നത്. കാരണം ഇവിടെ കുറേ നമുക്ക് ജ്വരക്കോളുണ്ട്, ആ ജ്വരക്കോളൊന്ന് മാറ്റുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. ഇപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും എന്നിട്ട് പറയുകയാണ്, മുമ്പിലത്തവ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയില്ല. അടുത്ത വാക്യം നോക്കിയേ, 17, ഞാൻ സൃഷ്ടിച്ചതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനതയെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. യെരൂശലേമിനെ എന്ത് ചെയ്യുക? ഉല്ലാസപ്രദമായി സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ, ഞാൻ
ഒരു ആനന്ദമുള്ള ഉല്ലാസപ്രദമായ ഒരു ജെറുഷലേമിനെ സൃഷ്ടിക്കുന്നു. ഐ എം ക്രിയേറ്റിംഗ് എ ന്യൂ ഹെവൻ, ന്യൂ എർത്ത് ആൻഡ് new heaven and new earth, and I'm going to create ന്യൂ ജെറുഷലേം, ഒരു പുതിയ യെറുഷലേമിനെ സൃഷ്ടിക്കുന്നു. ഇവിടെ നമ്മൾ 17, 18, 19 വാക്യങ്ങളിൽ ദൈവം പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കുക. നിങ്ങൾക്കറിയാമോ, ജനതയെ ഇപ്പോൾ ഇതിനകത്ത് ആളുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, എൻ്റെ പണിയാണിത്, ഈ പണി നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ പണിയെ ശല്യപ്പെടുത്താതെ സഹോദരൻ പോവുക, ഇതാണ് എൻ്റെ പണി. അല്ല, നിങ്ങൾ പുതിയ വല്ല പണിയൊക്കെ എനിക്ക് തരുന്നെങ്കിൽ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ തന്നാൽ ഞാൻ വന്ന് എനിക്കറിയാമെങ്കിൽ ചെയ്തു തരാം. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ നല്ല കുടുംബത്തിൽ പിറക്കാത്ത, ഈ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കാത്ത കുറേ ആളുകളുണ്ട്. അവരുടെ സ്വഭാവം ഈ പബ്ലിക്കിൽ എങ്ങനെയാണെന്ന് അവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഈ നമ്മുടെ ജനറേഷൻ്റെ ഒരു പ്രശ്നമാണത്. ഈ ബഹുമാനിക്കാനോ മാന്യമായിട്ട് ഇടപെടാനോ അറിയത്തില്ല. എന്താണെന്നറിയാതെ വല്ലോൻ്റെയും അടുക്കളയിൽ കയറി പാത്രം പൊക്കി നോക്കിയിട്ട് നിന്റെ പാത്രത്തിൽ ഒന്നും ഇല്ലല്ലോടാ എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ മലയാളിയിൽ ചില ആളുകൾക്കുണ്ട്. ഇത് മിക്കവാറും ഈ ആളുകളെല്ലാം പെന്തിക്കോസ്തിലെ സഹോദരന്മാരായിരിക്കും. അവർക്കാണ് ഈ പ്രശ്നമുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇതിനകത്ത് ഇപ്പം ഞാൻ ഒരാൾ മറുപടി തരുമ്പോൾ ഞാനത് തിരിച്ചു പറയുമെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. ഞാൻ ദുരുപദേശകനാ ജിനു പീറ്റർ, നീ ആദ്യം നിന്റെ പേരെഴുതാൻ പഠിക്കും. PETAR എന്നല്ല, PETER എന്നാണ്. സ്കൂളിൽ പോയിട്ട് ആദ്യം പേരെഴുതാൻ പഠിക്കടാ ചേർക്ക. ഓക്കെ, ഷൈൻ വർഗീസ്. പക്ഷേ ഇത് കാണുമ്പോൾ ഇത് അറിയാതെ വരുന്നേ ബ്രദറെ. ഓക്കെ, ഞാനൊരു പ്രധാന കാര്യം പറയാം. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും, അപ്പോൾ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമെന്ന് യെശയ്യാവിൻ്റെ വചനം 65:17 പറയുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്തൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആളുകൾ പറയാറുണ്ട് ദൈവം ആകാശത്തെ കത്തിക്കും, ഭൂമിയെ കത്തിക്കും, ഇതെല്ലാം തീക്കാട്ട് സൂക്ഷിച്ച്, ഇതൊക്കെ ഭയങ്കര മണ്ടത്തരങ്ങളാണ്. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്തീയ സഭ ലോകത്തിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളാണ്, വെറും മണ്ടത്തരങ്ങളാണ്. ഈ മണ്ടത്തരങ്ങൾ ഒരു ഫാൻറ്റസിയാണ്. ഇതൊക്കെ ജനങ്ങളോട് കളിപ്പിക്കുന്ന ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങളെ ഞാൻ പറയുമ്പോൾ നിശ്ചയമായിട്ടും ഇതിൻ്റെ ആളുകൾക്ക് സങ്കടം ഉണ്ടാകണം, ഉണ്ടായേ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിലവിലുള്ള ഈ സിസ്റ്റത്തെ പൊളിച്ചെങ്കിലേ നമുക്കിനി അങ്ങോട്ട് ദൈവരാജ്യത്തിൻ്റെ പണി നടക്കത്തുള്ളൂ. കാരണം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് നമ്മൾ കാത്തിരിക്കുന്ന ഈ ഒരു ഫൂളിഷ്നെസ്സിനെ നമ്മൾ പൊളിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ആവശ്യമുള്ളവരിത് ശ്രദ്ധിക്കുക. ബൈബിൾ ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പറയുന്നതൊന്നും കേൾക്കണ്ട, ബൈബിൾ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഞാൻ ഇതോടെ വായിക്കുന്നു, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലെത്തവേ ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിലും വരികയില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചെന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. ഇതാ ഞാൻ യെറുശലേമിനെ, അവിടെ പുതിയ യെറുശലേമിനെ, ഇത് പുതിയതാണ്, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമുള്ള പുതിയ യെറുശലേമിനെ സന്തോഷപ്രദമായും ഉല്ലാസപ്രദമായും സൃഷ്ടിക്കുന്നു. അപ്പൊ യെറുശലേമിനെ അല്ലെങ്കിൽ പുത്തൻ യെറുശലേമിനെ സൃഷ്ടിക്കുന്നു. അപ്പൊ 3 പുതിയത് വരാൻ പോവാ. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെറുശലേം. ഇതിനെ ദൈവം സൃഷ്ടിക്കുന്നു. ഇനി ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്തെല്ലാം ഉണ്ടെന്ന് നമ്മൾ നോക്കാം. ആൾ പറയത്തില്ല അവിടെ മരണമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, വേദനയില്ല, പാപികളില്ല, അശുദ്ധന്മാരില്ല, ഒന്നുമില്ല. അവിടെ ഭയങ്കര സന്തോഷം, ആനന്ദം, യേശുവും മക്കളും കൂടി ഇങ്ങനെ പോവുക. ആളുകളുടെ ധാരണയാണ് യേശു യെറുശലേമിൽ ഇങ്ങനെ ഇരിക്കും, യെറുശലേമിൽ സിംഹാസനത്തിൽ ഇരുന്നിങ്ങനെ അവൻ വാഴും, ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടവൻ ജാതികളെ മേയ്ക്കും, അവൻ്റെ വൃതന്മാർ ലോകത്തെ ഭരിക്കും. ഇതൊക്കെ മിഥ്യാധാരണയിൽ ഈ ഒരു എന്തോ പറയുന്നേ, ഒരു വലിയ നമ്മളൊരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ നമ്മൾ കേൾക്കേണ്ടത് എന്തൊക്കെയായിരിക്കും ഈ പുത്തൻ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്തൊക്കെ ഉണ്ടായിരിക്കും നോക്കി. ഈ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും സൃഷ്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുകയാണ് 19 നോക്കിയേ, ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും, കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. അപ്പം എന്തോ സങ്കടമാണ് അവിടെ പോകുകയെന്ന്. അടുത്ത വാക്യം 20 വാക്യം നോക്കിയേ, കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും
ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. അപ്പം 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ആ പുതിയ യെരൂശലേമിലും മരിക്കും. അപ്പോൾ അവിടെ മരണമുണ്ട്, അതായത് ശാരീരികമായ മരണം അവിടെയുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, കുറേ വർഷങ്ങൾക്ക് ശേഷം യേശു വന്നിട്ട് സ്ഥാപിച്ചിട്ട് ആകാശത്തെയും ഭൂമിയെല്ലാം കത്തിച്ച് കളഞ്ഞ് നമ്മൾ കാണുന്ന മേളിലെ സൂര്യനും ചന്ദ്രനും മൊത്തം പോയല്ലോ. കാരണം വെളിപ്പാട് പുസ്തകത്തിലെ പഠനത്തിൽ സൂര്യൻ പോയി, ചന്ദ്രൻ പോയി, നക്ഷത്രം മൊത്തം കൂടെ അത്തിക്ക പോലെ പോയി, സൂര്യൻ കരിമ്പടം പോലെ, എന്തോ ഭൂമി ആകാശം ചുരുള് പോലെ പോയി. അങ്ങനെ മേളിലൊന്നും ഇപ്പോൾ കാണാനില്ല. മേളിൽ എന്തുവാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. എല്ലാം പോയി. ഭൂമിയെ കത്തിച്ചു, മൊത്തം ഭൂമിയും തീക്കകത്ത് സൂക്ഷിച്ചു, പിന്നെ പുതിയതായിട്ട് വീണ്ടും സൃഷ്ടിച്ചു. അങ്ങനാണല്ലോ. പക്ഷേ ഇവിടെ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും പുതിയ യെരൂശലേമിനെ സൃഷ്ടിച്ചിട്ട് പറയുകയാണ്, അവിടെ 100 കുട്ടി ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ മരണമുണ്ടെന്നർത്ഥമാണ്. മരണമുണ്ടെന്നർത്ഥം, അതായത് മരണം അവിടെ ഉണ്ട്. അപ്പൊ പുത്തനാകാശത്തിലും പുത്തൻ ഭൂമിയിൽ എന്തുണ്ട്? ഞാൻ ഒത്തിരി ഡീറ്റെയിൽ പോകുന്നില്ല, കോമൺ ആയിട്ട് പറയാം, മരണമുണ്ട്. രണ്ടാമത്തെ നോക്കി, അവിടെ 100 വയസ്സുള്ളവനായിരുന്നാലും അതായത് പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരും എന്ന് പറഞ്ഞാൽ, പാപിക്ക് പാപിയായിട്ട് ജീവിച്ചിട്ട് അവന് 110 വയസ്സ് വരെ ജീവിച്ചെന്ന് പറഞ്ഞിട്ട് ശപിക്കപ്പെട്ടവനായിട്ട് ഇരിക്കത്തെ ഉള്ളെന്ന്. 21-ാമത്തെ വാക്യം നോക്കി, അവർ വീടുകൾ പണിതു പാർക്കും. അപ്പൊ പുത്തൻ യെരൂശലേമിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിൽ എന്ത് ചെയ്യും? വീട് പണിയുണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, വീട് പണിയുണ്ട്. അപ്പൊ കൺസ്ട്രക്ഷൻ നിന്നിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ആൾ പറയുന്നത് പുത്തൻ യെരൂശലേമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമെന്നല്ലേ. ഇറങ്ങി വന്നിട്ട് പുത്തൻ യെരൂശലേം വരും, അതിന് 25,000 ചുറ്റളവുണ്ട്. അപ്പം നമുക്കെല്ലാവരും ഇങ്ങനെ ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നത് എന്നൊക്കെയാ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ഇത് പമ്പര വിഡ്ഢിത്തരാണ്. ഞാനിതിപ്പം കാരണം സത്യം പറയുമ്പോൾ കൃത്യമായിട്ട് അങ്ങ് പറയുകയാണ്. കാരണം ഇതിനകത്ത് യാതൊരു നിലയിലും ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് തുറന്നു പറയുക. നമ്മൾ ഈ പുത്തൻ യെരൂശലേം സ്വർഗത്തിൽ ഇങ്ങനെ ഭയങ്കര ഹൈറ്റിലാണ്, അത് ഭയങ്കര അളവൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തായിരിക്കും നമ്മളെല്ലാം താമസിക്കുന്നത്. പക്ഷെ ഇവിടെ എഴുതി വെച്ചേക്കുന്നു, അവരാരാ? ഈ അവർ എന്ന് പറഞ്ഞ ആരാ? എൻ്റെ ജനം അവിടെ വീട് പണിത് പാർക്കും എന്ന് പറഞ്ഞാൽ, എൻ്റെ ജനം പുത്തൻ യെരൂശലേമിനകത്ത് ഫ്ലാറ്റിൽ താമസിക്കുമെന്നല്ല, വീട് പണിത് പാർക്കും. അടുത്ത് നോക്കി, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം എന്ന് പറഞ്ഞാൽ അവിടെ അഗ്രികൾച്ചർ ഉണ്ടാകും, കൃഷി ഉണ്ടാകും. ഇന്നത്തെ മോഡേൺ വേൾഡിൽ പറഞ്ഞാൽ ഫാക്ടറി ഉണ്ടാകും, IT കമ്പനി ഉണ്ടാകും, ബിസിനസ്സുകൾ ഉണ്ടാകും. എന്തൊക്കെ ബിസിനസ് മനുഷ്യൻ ചെയ്യുന്നു അതൊക്കെ ഉണ്ടാകും. അതായത് അവിടെ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാകും എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്തത്, അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല എന്ന് പറഞ്ഞാൽ, അവൻ ഉണ്ടാക്കിയിട്ട് വേറൊരാൾ തിന്നുന്നു വരത്തില്ല. ആരൊക്കെ അത് ചെയ്യുന്നു അവർ തന്നെ അത് അനുഭവിക്കുന്ന ഒരു സമയം. അപ്പോൾ അഗ്രികൾച്ചർ കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്നു. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വീണ്ടും കൃഷിയുണ്ടെന്ന് പറയുന്നു. ശരി, അതിനുശേഷം നമ്മൾ 65-ന്റെ 23-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, എൻ്റെ ബ്രദർമാർ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃഥ അധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ട്? പുത്തനാകാശത്തിലും പുത്തൻ ഭൂമിയിലും വൃതന്മാരും മക്കളെ ജനിപ്പിക്കും, അവർക്ക് സന്തതികൾ ഉണ്ടാകും. അപ്പം എന്തുവാ? കോമൺ, അതായത് മനുഷ്യൻ്റെ സാധാരണ നിലയെ തന്നെയാണ് പറയുന്നത്. വീടുണ്ടാക്കുന്നു, മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു, മക്കളെ പ്രസവിക്കുന്നു, അവരനുഗ്രഹിക്കപ്പെട്ടവരായിട്ടിരിക്കുന്നു, അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം അരുളും. അപ്പോൾ അവിടെ എന്താ? പ്രാർത്ഥനയുണ്ട്, അവർക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞാൽ, അവർ വിളിക്കുമ്പോൾ ഞാൻ അവർക്ക് ഉത്തരമരുളും. അപ്പം എന്തോ? പുത്തനാകാശത്തിൽ പുതിയ ഭൂമിയിൽ എന്തുണ്ട്? ഞാൻ ഒന്നുകൂടെ പറയാം. പുത്തനാകാശം പുതിയ ഭൂമിക്കകത്ത് മനുഷ്യരുണ്ട്, അവർക്ക് വീട് പണിയുന്നുണ്ട്, അവിടെ പ്രായമായിട്ട് ആളുകൾ മരിക്കുന്നുണ്ട്, അപ്പം അവിടെ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്നുണ്ട്, അതവർ അനുഭവിക്കുന്നുണ്ട്. അവർ മാത്രമല്ല, അവരുടെ സന്തതികൾ. അപ്പോൾ അവിടെ പ്രസവമുണ്ട്, പ്രസവം നടത്താൻ ഹോസ്പിറ്റലുണ്ട്. എന്തിനേറെ പറയണം, ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും സകല സംവിധാനങ്ങളും ഉണ്ടെന്ന്. അല്ലാതെ നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ആത്മരൂപികളായിട്ട് അവിടെ പോയി ആ പുത്തൻ യെരൂശലേമിൻ്റെ വലിയ ഫ്ലാറ്റിൽ താമസിക്കുന്നു, അന്ന് നമ്മളെല്ലാം ഇങ്ങനെ പറന്ന് നടക്കുന്നു എന്നുള്ള ചിന്തയല്ല. അതല്ല പുതിയ ആകാശവും പുതിയ ഭൂമി. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലെന്നാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ക്രൈസ്തവ സമൂഹം, എസ്പെഷ്യലി മലയാള ക്രൈസ്തവ സമൂഹം ചിന്തിക്കുന്നത് ഒരു അബദ്ധധാരണയാണെന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത് കൊണ്ടുവരിക.
അപ്പം പുത്തൻ യെരൂശലേമിൽ ജനങ്ങൾ പ്രസവിക്കുന്നുണ്ട്, സന്തതികൾ അവരോട് അവർ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് ഉത്തരം എന്ന് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥനാ ജീവിതമുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് സമീപസ്ഥനായിട്ടുണ്ടാകും. അപ്പൊ പ്രാർത്ഥന തന്നെ തുടരുകയാണ്. അപ്പൊ പുതിയ യെരൂശലേമിൽ എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. അടുത്ത നിങ്ങൾ വായിച്ചു നോക്കിയേ, 65 20 വാക്യത്തിൽ നമ്മൾ നോക്കിയേ, വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇല്ല, ബാലൻ 100 വർഷം പ്രായമുള്ളവൻ മരിക്കും, പാപിയോ. അപ്പൊ പുത്തൻ യെരൂശലേമിൽ, പുതിയ ആകാശത്ത്, പുതിയ ഭൂമിയിൽ പാപിയുണ്ട്. അപ്പൊ പാപിയില്ല, രോഗമില്ല, ദുഃഖമില്ല, കഷ്ടതയില്ല, കണ്ണീരില്ല, നമ്മുടെ നാട്ടിലേക്ക് പുത്തൻ അല്ല, റോങ്. അപ്പൊ പുതിയ ആകാശത്തിൽ, പുതിയ ഭൂമിയിൽ പാപിയുണ്ട്. അവിടെ പാപിയോ, 100 വയസ്സുള്ളവനായാലും ശപിക്കപ്പെട്ടവനായിട്ടിരിക്കും എന്ന് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ പുസ്തകം, ജോൺ ലോറൻസിന്റെ പുസ്തകം 65 അധ്യായത്തിലല്ല വായിക്കുന്നത്, യെശയ്യാവിന്റെ പുസ്തകം 17 പറഞ്ഞു, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്. ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പുതിയ യെരൂശലേം സൃഷ്ടിക്കപ്പെടുന്നു. ആ ജനം എൻ്റെ ജനമായിരിക്കും, അവരവിടെ വീടുണ്ടാക്കും, മുന്തിരിത്തോട്ടം ഉണ്ടാക്കും, അവർ ഉണ്ടാക്കി മറ്റൊരുത്തൻ തിന്നുന്ന അവസ്ഥയിലല്ലെന്ന് പറഞ്ഞാൽ അകാല മരണം ഞാൻ അവർക്ക് കൊടുക്കത്തില്ല. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ പ്രാപിക്കാതെ പോയ ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. നമ്മളിൽ ഒരുപാട് ആളുകൾ മരണത്തെ കാംക്ഷിക്കുന്നവരാണ്. കാരണം നമ്മളെ ആരോ പഠിപ്പിച്ചു വെച്ചു, ഇതല്ല നമ്മുടെ ശാശ്വത ഭവനം, ഇത് കളഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോകണം. സഹോദരങ്ങളെ, മനുഷ്യർക്ക് പാർക്കാൻ ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ പ്രൈമറി പ്ലേസ് എന്ന് പറയുന്നത് ഭൂമിയാണ്. ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെ ഉണ്ടെന്നുള്ള ധാരണയിൽ നിത്യത അല്ലെങ്കിൽ ദൈവത്തോടു കൂടെയുള്ള വാസമില്ലെന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ എറ്റേണൽ പർപ്പസ് ഭൂമിയിൽ വാഴുക എന്നത് മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, മരിച്ച ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിൽ യൂസ്ലെസ് ആണ്, അവൻ ഉപയോഗശൂന്യനാണ്. അവൻ ഭൂമിയിലിരിക്കുമ്പോൾ മാത്രമാണ് അവൻ ദൈവത്തിന് ഏറ്റവും പ്രയോജനപ്പെടാൻ പറ്റുന്നത്. അപ്പൊ പുത്തൻ യെരൂശലേമിൽ എന്തുണ്ട്? പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിൽ എന്തുണ്ട്? വീട് പണിയുണ്ട്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്, മക്കളെ ജനിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. തീർന്നിട്ടില്ല. അതിൻ്റെ താഴെ പറയുന്നു, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. അപ്പോൾ അവിടെ ചെന്നായി ഉണ്ട്. ചെന്നായി എന്ന് പറഞ്ഞാൽ എന്താ? വിരോധികൾ. ഞാൻ നിങ്ങളെ ചെന്നായ്ക്കയുടെ നടുകൾ കുഞ്ഞാടിനെ പോലെ എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. അപ്പം നമ്മുടെ ആളുകളുടെ ധാരണ സത്യത്തിൽ എന്താണ്? ഈ വാക്യത്തെ പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിച്ചിരിക്കുന്നത്? അന്ന് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് വരുന്ന അക്ഷരാർത്ഥത്തിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുക. അക്ഷരാർത്ഥത്തിൽ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും എന്ന് പറയുമ്പോൾ കുഞ്ഞാടും ചെന്നായും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ അല്ല. കർത്താവ് തന്റെ ശിഷ്യന്മാരെ സുവിശേഷത്തിനായിട്ട് അയക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ അടുക്കലേക്ക് അയക്കുന്നു. ചെന്നായ്ക്കളുടെ അടുക്കലേക്ക് അയക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞാൽ തിന്നാൻ നിൽക്കുന്നവരാണ്. നമ്മൾ ഈ ബൈബിൾ അത് പഠിക്കാൻ പോയാൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ചെന്നായി എന്ന് പറഞ്ഞാൽ ആടിൻ്റെ മാംസം തിന്നാൻ കൊതിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ആടിൻ തോലിട്ട ചെന്നായി എന്നുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ ഒത്തിരി ആൾ പറയും, നാണ്ടെ ദുരുപദേശം വന്നിരിക്കുന്നു, ആട്ടിൻ തോലിട്ട ചെന്നായി എന്നൊക്കെ പറയും. ആട്ടിൻ തോലിട്ട ചെന്നായി ഞാനല്ല. മിക്കവാറും നിങ്ങളുടെയൊക്കെ പാസ്റ്റർമാർ തന്നെ നിങ്ങളുടെ പേഴ്സും നിങ്ങളുടെ ATM കാർഡും നിങ്ങൾക്ക് വേണ്ടി പേടിഎമ്മും നിങ്ങൾക്ക് GPayയും വെച്ചുകൊണ്ട് നിങ്ങളെ പിഴിയാൻ നിങ്ങളുടെ അകിടിലാത്ത പാല് നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ചെന്നായ്ക്കൾ അവരാണ്. ആ സമൂഹം അവരാണ് ഇങ്ങനെ ജനത്തെ പിഴിയാൻ, ജനത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന സകല പുള്ളികളും ചെന്നായ്ക്കളാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇന്ന് വരെ ഒരു മീഡിയയിലൂടെയും ഒരു വിധത്തിലും ആരുടെയും പൈസ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഒരു വിശ്വാസിക്കും ഞാൻ പണം ചോദിച്ചിട്ടില്ല ഇതുവരെ, ഇത്രയും വർഷത്തിനിടയ്ക്ക്. ദ ലാസ്റ്റ് 31 ഇയേഴ്സിൽ ഞാൻ ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിയുടെ പോയി ഒരാളുടെ പോയി ഫണ്ട് പിരിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ ഞാൻ പറയാം, ചെന്നായി എന്ന് പറഞ്ഞാൽ ആടിൻ്റെ മാംസം തിന്നാൻ കൊതിക്കുന്നവനെന്നാണ്. ഒരു വിശ്വാസിയെ കാണുമ്പോൾ അവൻ അമേരിക്കയുടെ, അവനെ നമുക്ക് ഊറ്റണവിടെ എന്ന് പറയുന്ന ആളുകളാണ് ചെന്നായ്ക്കൾ. അപ്പൊ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയെന്ന് പറഞ്ഞാൽ നിന്നെ തിന്നാൻ വരുന്നവന്റെ കൂടെ നീ താമസിക്കുമെന്നാണ് അർത്ഥം. അപ്പം അല്ലാതെ നമ്മൾ വിചാരിക്കും പുതിയ ആകാശം പുതിയ ഭൂമി വരുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിങ്ങനെ ചിന്തിച്ച് വെച്ചേക്കുന്നത് എന്താണെന്നറിയുമോ? ഇങ്ങനെ കുറുക്കൻ ഇങ്ങനെ പോവും, ആടി ഇങ്ങനെ പോവും, ഒരുമിച്ച് രണ്ടുകൂടെ പുല്ല് തിന്നും. നിങ്ങൾക്കറിയാം, ഇന്ന് ഈ ടുഡേ നമ്മുടെ ലൈഫിൽ
കർത്താവിൻ്റെ മക്കൾ ജീവിക്കുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ്. സുവിശേഷത്തിനെതിരെ നമ്മെ തിന്നാൻ, നമ്മെ കൊല്ലാൻ കാംക്ഷിക്കുന്ന ആളുകളുടെ നടുവിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയുകയാണ്. അപ്പോൾ അടുത്ത വാക്യം നോക്കിയാൽ, സിംഹം കാളയെ പോലെ വൈക്കോല് തിന്നും. അതൊരിക്കലും നടക്കാത്ത കാര്യമോ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫെറോഷ്യസ്നെസ്സിന് മാറുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടെ മൃഗങ്ങളും, നമ്മൾ ബൈബിളിലൊക്കെ മൃഗവും ആനിമൽസിനെയും ട്രീസിനെയും ഒക്കെ മനുഷ്യരോട് തന്നെയാണ് ഉപമിക്കുന്നത്. സർപ്പത്തിന് പൊടി ആകാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷവും നാശമോ ആരും ചെയ്യുകയില്ല. എൻ്റെ സ്ഥലത്തിന് എന്താ, ആരും ദോഷം ചെയ്യുകയില്ല. അപ്പോൾ ദോഷം ചെയ്യുന്നവർ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. സോ ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ചേർന്നൊരു സ്ഥലമാണ് പുതിയ ആകാശം പുതിയ ഭൂമി. അല്ലാതെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാലരമായിലെ ചിന്തകളല്ല നമുക്ക് വരേണ്ടത്, പൂമ്പാറ്റയിലെ ചിന്തയല്ല വരേണ്ടത്. നമ്മുടെ ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞു, യെശയ്യാവ് 65:20 പറഞ്ഞു അവിടെ പാപമുണ്ട്. വെളിപ്പാട് പുസ്തകം 22:15 പറയുന്നു അവിടെ പാപികളുണ്ട്. അതായത് 21 പുതനാകാശം പുതിയ ഭൂമിയും വന്നു. അപ്പം ഞാനിത് ഒരാളോട് പറഞ്ഞപ്പോൾ പറയാം, വെളിപ്പാട് പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത് ക്രൊണോളജിക്കലി അല്ല. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം, വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ ചാപ്റ്റർ ഏതായിരിക്കും? വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ ചാപ്റ്റർ വെളിപ്പാട് പുസ്തകം 22 തന്നെയാണ്. നമ്മുടെ കാര്യങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ വിശുദ്ധ ബൈബിൾ എഴുതിയപ്പോൾ കുത്തിക്കെട്ട് തെറ്റിപ്പോയി അവസാനത്തെ പേജ് എടുത്ത് ആദ്യത്തെ പേജിലിട്ടു, ആദ്യത്തെ പേജ് എടുത്ത് അവസാനം വിട്ടെന്ന് പറയരുത്. വെളിപ്പാട് 22 പുതിയ ആകാശം പുതിയ ഭൂമിയും 21 വെളിപ്പെട്ടിരിക്കെ 22 പാപിയെ കാണുന്നു, നായ്ക്കളെ കാണുന്നു, ക്ഷുദ്രക്കാരെ കാണുന്നു, വ്യഭിചാരികളെ കാണുന്നു, ബിംബാരാധികളെ കാണുന്നു, അഴുക്കും മ്ലേച്ഛതയും ഉള്ളവരെ കാണുന്നു. അങ്ങനെയെങ്കിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പാപികളുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ പാപികളെയെല്ലാം നിഷ്കരണം മുടിച്ചിട്ട് ദൈവം സ്ഥാപിക്കാൻ പോകുന്ന ഒന്നല്ല പുതിയ ആകാശം പുതിയ ഭൂമി എന്ന യാഥാർത്ഥ്യം മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക. അടുത്തത് മത്തായിയുടെ സുവിശേഷം 12:32 അത് പറയുന്നുണ്ട്. അടുത്തത് ഇനി നമ്മൾ കാണുന്ന നോക്കിയേ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 66:19 നമ്മൾ നോക്കിക്കേ. യെശയ്യാവിന്റെ പ്രവചനം 66:19 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും, അവരിൽ രക്ഷിക്കപ്പെട്ടവരെ ചിലരെ ഞാൻ തർശീശ് വില്ലാളികളായ പൂൽ, ദൂത് എന്നിവരെയും തൂബാൽ, യവാൻ എന്നിവരുടെ ജാതികളുടെ അടുക്കിലേക്കും എൻ്റെ കീർത്തികൾക്കെയും എൻ്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദ്വീപുകളിലേക്കും അയക്കും. അവർ എൻ്റെ മഹത്വത്തെ ജാതികളിൽ പ്രസ്താവിക്കും. 19-ാമത്തെ വാക്യത്തിനകത്ത് ഇവാഞ്ചലൈസേഷൻ ഉണ്ടെന്ന, സുവിശേഷീകരണമുണ്ട്. അപ്പൊ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിൽ എന്തുണ്ട്? സുവിശേഷീകരണമുണ്ട്. നിങ്ങളിത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ഇത് വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക, കർത്താവ് വരും, നമ്മൾ പറന്നു പോകും, അന്തിക്രിസ്തു വരും, പുള്ളിയെ ഇങ്ങനെ കുറേ പ്രശ്നം ഉണ്ടാക്കും, അപ്പോൾ കർത്താവ് വീണ്ടും ഇറങ്ങി വരും, ആ മൂക്കിലെ ശ്വാസം കൊണ്ടുമാരെയൊക്കെ കത്തിച്ചിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി, നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വാഴും. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സ്വപ്നലോകത്ത് ജീവിക്കേണ്ട ആവശ്യം എന്താ? യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിട്ട് പോകണം. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സുവിശേഷീകരണം ഉണ്ടെന്ന 19-ാമത്തെ ഞാൻ പറഞ്ഞാൽ യെശയ്യാവിന്റെ പ്രവചനം 65-66 ഇത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം. കാരണം പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് പറയുന്നു ഇവാഞ്ചലൈസേഷൻ അവിടെ ഉണ്ടായിരിക്കും. അടുത്തത്, ദൈവത്തിന്റെ ബാനറിന്റെ കീഴിൽ അവർ വന്നിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ കീർത്തിയുടെ കീഴിൽ അവർ എത്തിയിരിക്കും. സോ അടുത്ത് നമ്മൾ വീണ്ടും കാണുന്നത് ഈ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തി, അല്ലെങ്കിൽ ദൈവരാജ്യം, അല്ലെങ്കിൽ ഈ പുതിയ ആകാശം പുതിയ ഭൂമിയും മനുഷ്യൻ താമസിക്കുന്ന, മനുഷ്യൻ ഉള്ള, പാപിയുള്ള, മരണമുള്ള, മുന്തിരിത്തോട്ടമുള്ള, മനുഷ്യർക്ക് വീട് പണിയുന്ന, കല്യാണം കഴിക്കുന്ന, മക്കൾ ജനിക്കുന്ന, സുവിശേഷീകരണം നടത്തുന്ന നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടവുമായിട്ട് തന്നെയാണ് അതിനെ ഊമിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ എസ്കറ്റോളജിക്കൽ വിദഗ്ധന്മാർ പറയുന്നത് പോലെ അത് പുതിയൊരു ആകാശം തീക്കാത്ത് കത്തിച്ചു വെച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു ചിന്തയല്ല. വിശുദ്ധ ബൈബിളിൽ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഇനിയും നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് ശാന്തമായിട്ട് പോകാൻ ആഗ്രഹിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യം, ഈ ആകാശവും ഭൂമിയും, മത്തായിയുടെ സുവിശേഷം 5:17, മത്തായിയുടെ സുവിശേഷം 5:17 നമുക്കറിയാം, വളരെ സുപരിചിതമായ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. 18-ാം വാക്യം, വിശുദ്ധ ബൈബിൾ: സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു,
ആകാശവും ഭൂമിയും, ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഹെവൻ ആൻഡ് എർത്ത്, സ്വർഗവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ, സ്വർഗവും ഭൂമിയും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത വാക്യം, അടുത്ത ചിന്ത, ഈ തിരുവെഴുത്ത് കൃത്യമാണല്ലോ. എപ്പോൾ വരെ ഉണ്ടാകും ന്യായപ്രമാണം? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ. എന്നാൽ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ ലേഖനങ്ങളിൽ കൃത്യമായിട്ട് വ്യക്തമാക്കി, ന്യായപ്രമാണത്തിന്റെ അവസാനം ക്രിസ്തുവാണ്. We are no more under the law. We are under the grace of God. ക്രൂശിൽ ന്യായപ്രമാണത്തിന് നിവർത്തി വന്നു. അപ്പൊ ന്യായപ്രമാണം എന്ന ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. ന്യായപ്രമാണത്തിന്റെ അന്ത്യം ക്രിസ്തുവാണ് എന്ന് വിശുദ്ധ ബൈബിൾ കൃത്യമായിട്ട് തെളിയിച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ആളുകൾ പറയുന്ന പോലെ ഇനി പുതിയ ആകാശം പുതിയ ഭൂമിയും വരുന്നുണ്ടല്ലോ, ഈ പഴയത് പോകണമല്ലോ, ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകണമല്ലോ, പോയാലല്ല പുതിയത് വരത്തുള്ളൂ. അത് സംഭവിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിന് ഒടുവിലാണ്. അത് സംഭവിക്കുന്നത് യേശു വന്നിട്ട്, അല്ലെങ്കിൽ എന്തുവാ, പുതിയ ആകാശം പുതിയ ഭൂമി അന്നാണ് സംഭവിക്കുന്നത്. നേരത്തെ ഒടുവില്ല, മഹോപദ്രവമൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ന്യായപ്രമാണം അന്നരം വരെ കാണണം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് വന്ന് സഭയെ ചേർത്ത് പോയി പുതിയ ആകാശം പുതിയ ഭൂമിയും വരണം. വരുന്നതിന് മുമ്പ് പഴയത് ഒഴിഞ്ഞു പോകണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരില്ല. അപ്പം ന്യായപ്രമാണത്തിന്റെ നിലനിൽപ്പ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെയാണ്. അങ്ങനെയെങ്കിൽ പൗലോസ് പറഞ്ഞു ന്യായപ്രമാണത്തിന് അന്ത്യമാണ്. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായിട്ട് ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8-ാം അധ്യായത്തിലും ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം അധ്യായത്തിലെ വാക്യം ഞാൻ ആദ്യം വായിക്കാം. 8-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആ പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ടോക്കിംഗ് അബൌട്ട് ന്യായപ്രമാണം. ന്യായപ്രമാണം നീങ്ങിപ്പോകാനായിട്ട് അടുത്തിരിക്കുന്നു, നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ എത്തിയിരിക്കുന്ന എവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട്. അത് സ്വർഗീയ യെരൂശലേമിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ 25-ാം വാക്യത്തിൽ അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം അടുത്തത് അവന്റെ ശബ്ദം. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്കണം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് പറയുന്നു. ഇത് ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ ഉള്ള ഒരു ദൈവവചനമാണ്. ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ, അതായത് യെരൂശലേമിന്റെ വിനാശം, യെരൂശലേമിനെ നശിപ്പിക്കാൻ പോകും. അതായത് BC 586 ബാബിലോൺ യെരൂശലേമിനെ നശിപ്പിക്കുമ്പോൾ ദൈവം പറയാണ്, ഞാൻ ഒരു പ്രാവശ്യം, ഇതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു, ആ നശീകരണത്തിന് ശേഷമാണ് സെരുബാബേലും സെക്കറിയാവും ഒക്കെ ഇങ്ങനെ വരുന്ന കാലഘട്ടം. അന്ന് പ്രവചിക്കുകയാണ്, ഞാൻ ഒരു പ്രാവശ്യം ഇളക്കി. അതേതാണെന്നറിയുമോ? അവിടെ എഴുതി വെച്ചേക്കുന്നത്, ഞാൻ അന്ന് ഭൂമിയെ ഇളക്കി. ഏത് ഭൂമിയാ? ലാൻഡാണ്. ഏത് ലാൻഡാ? യെരൂശലേം എന്ന ലാൻഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഈ ഗോളത്തെ ഇളക്കിയെന്നല്ല,
ഇസ് ടോക്കിംഗ് അബൌട്ട് ദ ലാൻഡ് ഓഫ് ജെറുസലേം. ഇസ്രായേലിൻ്റെ ലാൻഡാണ്. ഭൂമിയെ ഇളക്കി. ഇത് പറയുന്നത് ആദ്യത്തെ യെരൂശലേമിൻ്റെ നാശത്തെക്കുറിച്ചാണ്, ബാബിലോൺ വന്ന് നശിപ്പിച്ചതിനെ കുറിച്ച്. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. അപ്പം ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ ഇളക്കാൻ പോവാണ്. അതെന്തുകൊണ്ടാണ്? ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. എന്തിനാണെന്ന് ചോദിച്ചു നോക്കിയേ. ഇനി ഒരിക്കൽ എന്നത് ഒരു പ്രാവശ്യം കൂടെ ഉള്ളു കേട്ടോ. ഇനി നിങ്ങൾ കേൾക്കണം. നമ്മുടെ ആളുകൾ ധരിച്ചു വെച്ചേക്കുന്നത് ഇനി യെരൂശലേമിൽ ഒരു പള്ളി പണിയുമെന്ന. നമ്മൾ ഒത്തിരി വിഡ്ഢികളാകരുത്. നമുക്ക് വിഡ്ഢികളാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാവരും കുറച്ചെങ്കിലും നമ്മൾ വിഡ്ഢികളാണ്. എല്ലാവരും ചിരി ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ട്. ഒത്തിരി വിഡ്ഢികളാകരുത്. യെരൂശലേമിൽ ഇനി ഒരു പള്ളി പണിയും. ആ പള്ളിയിൽ യേശുനാഥൻ വരും. അവിടെ യാഗങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. ആ യാഗങ്ങൾ നിർത്തൽ ചെയ്യാൻ അന്തിക്രിസ്തു വരും. അപ്പം ഇതാണ് പഠിപ്പീര്. ആ സമയത്ത് യെരൂശലേമിനെ ശത്രുക്കൾ ചുറ്റും. നിനക്കെതിരെ ശത്രുക്കൾ ചുറ്റുമ്പോൾ അപ്പം ഇനിയിപ്പം ആരെങ്കിലും ഒരു ത്രട്ടണിങ് വന്നാൽ ഉടനെ നമ്മൾ ഇത് സംഭവിക്കാൻ പോവുകയെന്ന് വിചാരിക്കുക. ചുറ്റും ഇതെല്ലാം ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇതെന്നു വെച്ചാൽ യെരൂശലേമിൽ യേശുവും അപ്പോസ്തലന്മാരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പണിതുയർത്തിയ ഹെരോദാവിൻ്റെ ദേവാലയം. ആ ദേവാലയത്തിനകത്ത് ഒരിക്കൽ ശാലോമോൻ ഉണ്ടാക്കിയ ആ യെരൂശലേം ദേവാലയത്തെ നശിപ്പിച്ചതുപോലെ ഇനി ഒരിക്കൽ കൂടെ ഞാൻ ഭൂമിയെയും ആകാശത്തെയും ഇളക്കും എന്ന് പറഞ്ഞത് യെരൂശലേമിനെ ഞാൻ നശിപ്പിക്കുമെന്നാണ്. യെരൂശലേമിനെ നശിപ്പിക്കുമെന്നാണ്. അത് നശിപ്പിച്ചു കഴിഞ്ഞു. റോമൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യം അതിനെ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കേൾക്കണം. നോക്കിക്കേ, എന്തിനാണ് ഇത് ഇളക്കുന്നത് ചോദിച്ചാൽ, ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന്. എന്താണ് ഇളക്കമില്ലാത്തത്? വിശുദ്ധ ബൈബിൾ നന്നായിട്ട് പഠിച്ചാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. കർത്താവിന്റെ രാജ്യം. അവന്റെ രാജത്വത്തിന് അവസാനമില്ല. ഇവിടെ ഭൂമി അവസാനിക്കും, ലോകം അവസാനിക്കും എന്നൊക്കെ പറയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേരാകും. അവന്റെ രാജത്വത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ അത് അവസാനിക്കത്തില്ല. യേശു കർത്താവ് വരുന്നതിന് മുമ്പ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു വന്നിട്ട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. യേശു കർത്താവിന്റെ ജനനത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയ, വിശുദ്ധയായ മറിയയുടെ അടുക്കൽ വന്നിട്ട് പറയുന്ന പദം ഇങ്ങനെയാണ്, ഞാൻ അവന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഞാൻ അവന് സിംഹാസനം കൊടുക്കും, അവന്റെ രാജത്വത്തിന് അവസാനമില്ല. ഞാൻ പ്രിയപ്പെട്ടവരെ ചോദിക്കുന്നു, യേശു ഇടയ്ക്ക് വരുന്നു, അന്തിക്രിസ്തു വരുന്നു, യുദ്ധം നടക്കുന്നു, പിന്നെയും പോകുന്നു, വരുന്നു, പിന്നെ രാജ്യം സ്ഥാപിക്കുന്നു. ഏത് മണ്ഡലത്തിൽ നിങ്ങൾ പറയും? ഒരിക്കൽ വന്ന രാജ്യം പിന്നെ അവസാനിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത് എവിടെ വെച്ചാണ് ഇത് ബ്രേക്ക് ആവുന്നത്? അപ്പൊ ദൈവരാജ്യം ഇനിയും വരാൻ പോകുന്നു എന്ന ചിന്ത ക്രിസ്തീയ ലോകത്തെ മടിയന്മാരാക്കി മാറ്റി, ഉപയോഗശൂന്യരാക്കി മാറ്റി. നൗ ക്രിസ്ത്യൻസ് ആർ യൂസ്ലെസ് ആണ്. ഭൂമിക്ക് പ്രയോജനമില്ലാത്ത മനുഷ്യരാണ് ക്രിസ്ത്യാനികൾ. അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്ത് പ്രയോജനം? കാരണം യേശുവിന്റെ രാജ്യം വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഇനി ഈ ഭൂമിക്ക് എന്ത് പ്രയോജനം? ഈ ഭൂമിയിലിരിക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞ് കർത്താവ് പ്രകാശമായും ഉപ്പായും മനുഷ്യനെ മാറ്റിയിരിക്കെ ഇനി പുതിയൊരു ഭൂമി വരാൻ പോകുന്നു, പുതിയ ആകാശം വരാൻ പോകുന്നു, പുതിയതായിട്ട് വീണ്ടും രാജ്യം തുടങ്ങാൻ പോകുന്നു എന്ന ചിന്തയെ നിങ്ങൾ ഈ തിരുവെഴുത്തിനെ കൊണ്ട് എങ്ങനെ സാധൂകരിക്കും? അവന്റെ രാജ്യത്വത്തിന് അവസാനമില്ലെങ്കിൽ പിന്നെ എന്നാണ് ഇതിനെ ബ്രേക്ക് ചെയ്തത്? ഇവിടെ ആർക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? ആർക്ക് ഇത് ഭരിക്കാൻ പറ്റും? Nobody can deny the word of God. The Bible says അവന്റെ രാജ്യത്തിന് ഒരു കാലത്തും അവസാനമില്ല. അപ്പം എന്നേക്കും ഇളക്കമില്ലാത്തത് നിലനിൽക്കുക. That is the kingdom of God. That is New Jerusalem. That is New Earth and New Heaven. നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. സത്യത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം എന്ത് പറയുന്നറിയുമോ? ഒരിക്കൽ ഇളകാത്തത് നിലനിൽക്കേണ്ടതിന് ഇളകുന്നതിനെ മാറ്റാനുള്ള സമയം വന്നിരിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കണം. ഇളകാത്ത ഏതാണ്? രാജ്യം പ്രാപിക്കണം. നാം നന്ദിയുള്ളവരായ ദൈവത്തിന് പ്രസാദം വരുമാർ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇളകാത്തത് ദൈവരാജ്യമാ. ആ രാജ്യം സ്ഥാപിക്കപ്പെടാൻ ഇളകുന്നതിനെ മാറ്റാൻ പോവുക. എന്താണ് ഇളകേണ്ടത്? ഒരിക്കൽ ഞാൻ ആകാശത്തെ ഇളക്കി, ഭൂമിയെ ഇളക്കി, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും.
ആകാശത്തെയും ഭൂമിയെയും ഇളക്കുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് യെരൂശലേമും യെരൂശലേമിന്റെ നാടുമാണ്, ഇസ്രായേൽ നാടുമാണ്. ഇത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ബൈബിൾ വായിച്ചെന്താ? മത്തായിയുടെ സുവിശേഷം 5:17 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ. ഈ സ്കൂളിൽ പഠിക്കുന്ന ബുദ്ധിമതി നമുക്ക് 10ാം ക്ലാസ്സിൽ തോറ്റാലും കുഴപ്പമില്ല, ജസ്റ്റ് സ്കൂളിൽ പഠിച്ച ബുദ്ധി, മലയാളം വായിക്കാൻ പറ്റുന്ന ബുദ്ധിമതി. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണത്തിന്റെ വള്ളിയെ പുള്ളി നീങ്ങി പോകത്തില്ലെന്ന്. അതിൻ്റെ അർത്ഥം ആകാശം ഭൂമി ഉള്ളിടത്തോളം കാലം ന്യായപ്രമാണം ഉണ്ടാകുന്ന. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ന് കാണുന്ന ഈ ഭൂമിയും ഇന്ന് കാണുന്ന ആകാശവും ഒഴിഞ്ഞു പോകും വരെയാണ് എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇന്നും നമ്മൾ ജീവിക്കുന്നത് ന്യായപ്രമാണത്തിലാണ്. വി ആർ നോട്ട് അണ്ടർ ഗോഡ്സ് ഗ്രേസ്, വി ആർ അണ്ടർ ദ ലോ. നമ്മൾ ന്യായപ്രമാണത്തിലാണെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു നമ്മൾ ശാപത്തിന്റെ കീഴിലാവുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ലോകം മൊത്തം ശപിക്കപ്പെട്ട കൂട്ടമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശ് മരണ പ്രയോജനമില്ലാതായി, ക്രൂശ് പൂർത്തിയാക്കിയത് ഇല്ല, ക്രൂശിൽ യേശു പൂർത്തിയാക്കിയത് ഒന്നുമില്ലാതായി, ഫിനിഷ്ഡ് വർക്ക് വെറും ഒന്നുമില്ലാത്തതായി മാറി. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞാൽ പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ന്യായപ്രമാണമുണ്ട്. അപ്പൊ ക്രൂശിൽ വെച്ച് യേശു ന്യായപ്രമാണത്തെ മൊത്തം നിവർത്തിച്ചെന്ന് പറയുന്നില്ല. യെസ്, ദാറ്റ്സ് ട്രൂ. പക്ഷേ ന്യായപ്രമാണത്തിന്റെ എല്ലാ പ്രവൃത്തിയും ഇത് ശ്രദ്ധിക്കണം, ന്യായപ്രമാണത്തിന്റെ ഫുൾ വർക്ക് ക്രൂശിൽ അവസാനിച്ചിട്ടില്ല. ന്യായപ്രമാണത്തിലെ ധാരാളം പ്രവചനങ്ങൾ നിവർത്തിയായത് AD 70 യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ. അത് ഒരിക്കലും അത് യേശുവിന്റെ ക്രൂശിലല്ല സംഭവിച്ചത്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാള് യെരൂശലേമിൽ വിനാശത്തോടാണ് സംഭവിച്ചത്. അപ്പൊ ക്രൂശിൽ യേശു കർത്താവ് ഫിനിഷ് ചെയ്തത് 100% ലോയെ ഫിനിഷ് ചെയ്തിട്ടില്ല. അവിടെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ളത് സകലം ഫിനിഷ് ചെയ്തു, സാൽവേഷന് വേണ്ടിയുള്ളത് ഫിനിഷ് ചെയ്തു, വീണ്ടെടുപ്പിന് വേണ്ടിയുള്ളത് ഫിനിഷ് ചെയ്തു. എന്നാൽ യഹൂദന്മാരോടുള്ള ദൈവത്തിന്റെ പ്രവചന ശബ്ദങ്ങൾ ഒന്നും തന്നെ ക്രൂശിൽ ഒരിക്കൽ പോലും പൂർത്തിയായിട്ടില്ല. അപ്പം യേശുവിന്റെ ഉയർപ്പിന് ശേഷവും, ഇത് കേൾക്കണം, യേശുവിന്റെ ഉയർപ്പിന് ശേഷവും ന്യായപ്രമാണം നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടെയും വള്ളിയോ പുള്ളിയോ മാറാത്ത കുറെ കാര്യങ്ങൾ ഇനിയുണ്ട്. ദൈവം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിവർത്തിയാകാനുണ്ട്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് യേശു പറയുമ്പോൾ ഫുൾ ലോ നിവർത്തിയായിരുന്നെങ്കിൽ ഒരിക്കലും യെരൂശലേമിന് വിനാശം ഉണ്ടാകത്തില്ല. യെരൂശലേമിന് നേരെ ന്യായവിധിയുടെ ദൂത്, ന്യായവിധി വന്നത് ഫുൾ ലോയും ഫുൾ പ്രൊഫസിയും ക്രൂശിൽ നിവർത്തിയായില്ല എന്നതിന്റെ തെളിവാണ്. തെറ്റിദ്ധരിക്കല്ലേ? അപ്പം യേശു നിവർത്തിയാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച്, അവന്റെ രക്ഷയെ സംബന്ധിച്ച്, അവന്റെ പാപത്തിനെ സംബന്ധിച്ച്, അവന്റെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച്, അറ്റോൺമെന്റ്, റീകൺസിലിയേഷൻ, വാട്ട് എവർ ദ തിങ്സ് ഫോർ അവർ സാൽവേഷൻ ഈസ് ഓൾറെഡി ഹാപ്പൻഡ്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതാ. പക്ഷേ ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ ഉണ്ടാകും. അതുകൊണ്ടാണ്, നിങ്ങൾക്ക് അറിയാമോ പ്രിയരെ, അതുകൊണ്ടാണ് ഇതിനെ നീക്കം ചെയ്തെങ്കിലേ പുതുനിയമത്തെ ദൈവത്തിന് പൂർണ്ണമായിട്ട് ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ആക്കാൻ പറ്റൂ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പുതുനിയമത്തിന്റെ പുതുസഭയെ ദൈവരാജ്യത്തിന്റെ പരിപൂർണതയോടെ ഭൂമിയിൽ സ്ഥാപിക്കണമെങ്കിൽ നിലവിലുള്ളത് ഒഴിഞ്ഞു പോയേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ഇളകാത്തത് എന്നേക്കും നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും. അപ്പൊ പഴയ യെരൂശലേമിനെ ഇളക്കിക്കളയാതെ പുതിയ യെരൂശലേമിനെ സ്ഥാപിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഹൃദയത്തെ ഇത് മനസ്സിലാക്കണം. പഴയ യെരൂശലേമിനെ ഇളക്കിക്കളയാതെ പുതിയ യെരൂശലേമിനെ ദൈവത്തിന് സ്ഥാപിക്കാൻ പറ്റില്ല. ഞാനതിനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. യെരൂശലേമിൽ അതുകൊണ്ടാണ് പെന്തിക്കോസ്ത് നാളിൽ യെരൂശലേം ദൈവാലയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വന്നത്. പെന്തിക്കോസുകാരോട് ഞാൻ എത്ര പറഞ്ഞാലും അവരുടെ തലേ കയറത്തില്ല. കാരണം അവന്മാർ ഇനിയും അതിൻ്റെ പുറകെ നടക്കത്തുള്ളൂ. പെന്തിക്കോസുകാരോട് ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്, മാളിക മുറിയിലല്ല പരിശുദ്ധാത്മാവ് വന്നേന്ന്. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ടുകൾ മുഴുവൻ പോവും, നമ്മുടെ പാട്ടുകളെല്ലാം വലിച്ചു കയറി കളയേണ്ടി വരും. മാളിക മുറിയിൽ മാളിക മുറിയിൽ പകർന്ന പോലെ എന്നൊരു പാട്ടില്ലേ, അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട്. ഈ പാട്ടുകളെല്ലാം ഇല്ലാതായി പോകും. കാരണം പെന്തിക്കോസ്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് മാളിക മുറിയിലല്ല.
പെന്തിക്കോസ്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി യെരൂശലേം ദൈവാലയത്തിനകത്ത ഒറ്റ വാക്കുകൊണ്ട് തെളിയിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം ശിഷ്യന്മാർ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് എല്ലായ്പ്പോഴും മലയാളത്തിൽ എല്ലായ്പ്പോഴും, ഇംഗ്ലീഷിൽ ഓൾവൈസ്, എത്ര ദിവസം? 10 ദിവസം. ഈ 10 ദിവസത്തിൽ എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു പോന്നു. ഇത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബൈബിളിൽ എഴുതിയിരിക്കെ ഇവിടെ കുറെ മനുഷ്യന്മാര് ഇപ്പോഴും മാളിക മുറിയിൽ 10 ദിവസം കാത്തിരുന്നു, അടച്ച മുറിയിൽ കാത്തിരുന്നു, അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു, അടച്ച മുറിയിൽ 10 days ഇൻ ദ അപ്പർ റൂം. വിഡ്ഢിത്തരം പറയരുത്. കുറെ വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിൽ പറയുന്നുണ്ട്, ഇത് വിഡ്ഢിത്തരാണ്. ഈ മാളിക മുറിയിലെ കഥ വിഡ്ഢിത്തരാണ്. മാളിക മുറി എന്ന് പറയുന്നത് ഒരു ഗസ്റ്റ് റൂമാണ്. അതിൽ 120, മാക്സിമം 100-120 പേർക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ആ 120 പേർ ഇരിക്കുന്ന ആ സംഘം അവിടെ ഇരുന്നുകൊണ്ട് ആ മുറിക്കകത്തിരുന്ന് പാട്ട് പാടിയാൽ യെരൂശലേമിൽ ഇരിക്കുന്ന 3000 പേർ അങ്ങനെ രക്ഷിക്കപ്പെടുന്നേ. അപ്പൊ ആൾ പറയും വചനം വിശ്വസിച്ചാൽ മാത്രമേ മതി, ചോദിക്കണ്ട. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ കാരണം, പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് യെരൂശലേമിൽ ഇറങ്ങി വന്നു, എന്തുകൊണ്ട് പെന്തിക്കോസ്ത് നാളിൽ അന്യഭാഷ വന്നു. ഈ അന്യഭാഷ പറയുന്നവർക്കും അത് അറിയത്തില്ല. അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അന്യഭാഷ അവിശ്വാസികൾക്ക് അടയാളമാണ്, അവിശ്വാസിയുടെ അടയാളമാണ് എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കുന്നവർക്ക് അടയാളമാണ് അന്യഭാഷ. യഹൂദൻ എബ്രായ ഭാഷയും അരാമിക് ഭാഷയും ഉപയോഗിച്ച് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു പോകുന്ന ദൈവാലയത്തിൻ്റെ അകത്ത് 17 രാജ്യക്കാർക്ക് അറിയാവുന്ന പുതുഭാഷകൾ സംസാരിക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരുടെ വാ തുറന്നു. എന്താണെന്നറിയുമോ അതിൻ്റെ അർത്ഥം? വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷകളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എന്ന് പറയുന്ന ദൈവവചനമാണ്. അപ്പം അത് സത്യത്തിൽ യെശയ്യാവിൻ്റെ പ്രവചനം 28-ാം അധ്യായത്തിൽ യെരൂശലേമിനോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങളെ യെരൂശലേമേ, നിങ്ങൾ ദൈവത്തിൻ്റെ വഴി നടന്നില്ലെങ്കിൽ, നിങ്ങളുടെ പുരോഹിതന്മാർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്ത് ദൈവത്തിൻ്റെ ന്യായത്തെ മറിച്ച് കളഞ്ഞതുകൊണ്ട് നിങ്ങളെ ഞാൻ ബന്ധിതരാക്കി അടിമകളാക്കി അന്യദേശത്തേക്ക് കൊണ്ടുപോകും. 28-ാം അധ്യായം പോയി വായിക്കണം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. അന്യദേശത്തേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ നാട്ടിൽ ആ രാജ്യക്കാർ വരും. അപ്പം അന്യഭാഷക്കാരെന്ന് പറഞ്ഞാൽ വേറെ ജാതിയിലുള്ള, വേറെ നാട്ടിലുള്ള ആളുകൾ നിങ്ങളുടെ നടുവിൽ വന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാകാതിരിക്കും. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ട് വേറൊരു നാട്ടിൽ പോയാൽ നിങ്ങൾ പിന്നെ കേൾക്കുന്ന അന്യഭാഷയാണ്. എന്ന് പറഞ്ഞാൽ വിക്കി പറയുന്ന അതിനത്തോടും അന്യഭാഷയോട് ഈ ജനത്തോട് സംസാരിക്കുമെന്ന് പറയുന്നത് ന്യായവിധിയുടെ ദൂതാണ്. അത് അവിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് അത് അടയാളവും വിശ്വാസികൾക്ക് അത് ആത്മീയവർദ്ധനയുമാണ്. അപ്പൊ പെന്തിക്കോസ്ത് നാളിൽ അന്യഭാഷ വന്നത് യെരൂശലേമിന് കൊടുത്ത ദൈവത്തിന്റെ ആദ്യത്തെ ന്യായവിധിയുടെ മുന്നറിയിപ്പാണ്. പെന്തിക്കോസ്ത് നാളിൽ 120 പേർ യെരൂശലേമിന്റെ അകത്ത്, മാളിക മുറിയിലല്ല 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞത് മാളിക മുറിയിലല്ല, അവരിരുന്ന് വീട് നിറച്ചെന്നൊരു വാക്യം കൊണ്ട് വന്നാൽ ഞാൻ പറയാം, ആ വീട് എന്നതിന് യഥാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് ദ ടെമ്പിൾ എന്നാണ്. ദ ടെമ്പിൾ, ദൈവാലയം എന്നാണ്, ദൈവത്തിന്റെ ഭവനം എന്നാണ്. ആ വീടിനെന്ന് പറഞ്ഞാൽ യെരൂശലേമിന്റെ അകത്താണ് ആരാധന നടക്കുന്നത്. അവിടെയാണ് അന്യഭാഷ ഇറങ്ങുന്നത്. അതാ മാളിക മുറി തുടങ്ങിയ കാര്യപരിപാടി അല്ലിത്. അക്ഷരികമായ ദൈവാലയത്തിനകത്താണ് ക്രിസ്തുവിന്റെ സഭ ആരംഭിച്ചത്. ക്രിസ്തുവിന്റെ സഭ അതേ യെരൂശലേമിലാണ് ആരംഭിച്ചത്. അവരെ ഇരുന്ന് അന്യഭാഷ പറയിപ്പിച്ചതിന്റെ അർത്ഥം, ഒരു ദിവസം ഈ രാജ്യത്ത്, ഈ പള്ളിക്കകത്ത് അന്യഭാഷ പറയുന്നവർ വരാൻ പോവുകയാണ്. അന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ പിടിക്കപ്പെട്ടു, നിങ്ങൾ അബദ്ധത്തിലായി പോയി, നിങ്ങളുടെ ശാപം വന്നു, നിങ്ങളുടെ വിനാശം വന്നു എന്നൊരു തെളിവാണ്. അപ്പൊ പെന്തിക്കോസ്ത് നാളിലെ അന്യഭാഷ എന്താണെന്ന് മനസ്സിലായവർക്കായി സ്തോത്രം. അപ്പൊ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ദൈവവചനത്തിലെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ ഈ ന്യായപ്രമാണം ഇവിടെ ഉണ്ടായി. AD 70 വരെ ന്യായപ്രമാണം പ്രാബല്യത്തിലുണ്ടായിരുന്നു. അന്നാണ് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറാതെ നിവർത്തിയായി പോയത്. എന്ന് പറഞ്ഞാൽ യെശയ്യാവിലൂടെ, ജെറമ്യാവിലൂടെ, സക്കറിയാവിലൂടെ, മലാക്കിയിലൂടെ ദൈവത്തിന്റെ ദാസന്മാർ, പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ, കർത്താവ് പറഞ്ഞ, അപ്പോസ്തലന്മാർ പറഞ്ഞ ദൈവവചനത്തെ നിവർത്തിയാക്കിയത് AD 70-ലാണ്. അന്ന് ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി. അപ്പൊ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാണ് ഒഴിഞ്ഞുപോയത്? അല്ല, എന്നാണ് വന്നത്? പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞു പോയെന്നാ. ഏതാ പഴയ ആകാശം?
പഴയ ആകാശം പറഞ്ഞാൽ പഴയ സ്വർഗം. യഹൂദനോട് പോയി ചോദിച്ച്, യഹൂദന് സ്വർഗം എന്ന് പറഞ്ഞാൽ ആയിരമായി, നമ്മുടെ ആളുകളിൽ എവിടെ പോകുന്ന ആയിരം വാനഗോളങ്ങളെ താണ്ടി എന്നൊക്കെ നമ്മുടെ പാട്ടുണ്ടല്ലോ, പോയിടും ഞാൻ എന്നൊക്കെ. നമ്മുടെ ഹെവൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത എന്താ? ഹെവൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത എന്താ? നക്ഷത്രം ഗോളങ്ങൾക്കപ്പുറത്ത് അക്കരെ നാട്. സ്വർഗം എന്ന് പറഞ്ഞാൽ അതല്ല സാറേ. ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ആ പാടെ ചത്താലെങ്കിൽ ഒരു സമാധാനം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർ അങ്ങനെ സമാധാനമായിട്ട് ചത്തു. അപ്പോൾ വാനഗോളങ്ങൾക്കപ്പുറത്തൊന്നും അല്ല സ്വർഗം. സ്വർഗം അനദർ ഡയമെൻഷനാണ്. നീ ഇരിക്കുന്ന നിന്റെ വീട് സ്വർഗം, അതറിയാമോ? അനദർ ഡയമെൻഷനാണ്. അതായത് ഈ നമ്മൾ യേശുനാഥൻ മറുരൂപമലയിൽ എത്തിയപ്പോൾ മോശയും ഏലിയാവും വന്നു എന്നല്ല എഴുതിയേക്കുന്നത്, പ്രത്യക്ഷമായെന്ന്. പ്രത്യക്ഷമായെന്ന് പറഞ്ഞാൽ ആകാശമേഘങ്ങളെ കീറി ഇറങ്ങി വരുന്നത് കണ്ടു എന്നല്ല. ആ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ മുമ്പിൽ, അപ്പോസ്തലന്മാരുടെ മുമ്പിൽ മോശ വെളിപ്പെട്ടു, മോശ പ്രത്യക്ഷപ്പെട്ടു. അതായത് ഡയമെൻഷനാണ്. പ്രത്യക്ഷപ്പെട്ടു, അപ്രത്യക്ഷപ്പെട്ടു. അപ്പം നമ്മുടെ നമ്മൾ ഈ ഓൾറെഡി ഇരിക്കുന്ന ദൈവരാജ്യത്തിലാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഓൾറെഡി ഇരിക്കുന്ന സ്വർഗത്തിലാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയേക്കുന്ന. അപ്പം നമ്മൾ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ, ഇപ്പം ഞാനിവിടെ ഒരു കസേര ഇരിക്കുമ്പോൾ തന്നെ ഐ ആം സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. ഹെവൻ എന്ന് പറയുന്നത് എത്രയോ ദൂരെയുള്ള സ്ഥലമല്ല. ഓൾറെഡി നമ്മൾ ഹെവൻ്റെ അകത്താണ്. നിങ്ങൾക്കറിയാമോ, ഇൻവിസിബിൾ വേൾഡിൻ്റെ അകത്താണ് വിസിബിൾ വേൾഡ്. വി ആർ ഇൻ ഹെവൻ. ഓൾ ക്രിയേഷൻസ് ആർ ക്രിയേറ്റഡ് ഫ്രം നത്തിങ് എന്ന് പറഞ്ഞാൽ ഇൻവിസിബിളിൽ നിന്ന് വിസിബിളിലേക്ക് വന്നതാണ്. സോ ഇത് ഓൾ തിങ്സിനെ കവർ ചെയ്തിരിക്കുന്ന വിസിബിളി. സോ ഹെവൻ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഏതൊരു സ്ഥലമല്ല. ബിക്കോസ് ഹെവൻ ഈസ് ദ പ്ലേസ്, എറ്റേണൽ പ്ലേസ്. ദർ ഇസ് നോ ടൈം, ദർ ഇസ് നോ സ്പേസ്. ദൂരവുമില്ല സമയവുമില്ലാത്ത സ്ഥലമാണ് ഹെവൻ. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല. അപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയും വരുന്നതിന് മുമ്പ് പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങിപ്പോണം. പഴയ ആകാശം പഴയ ഭൂമിയും മറ്റൊന്നുമല്ല, പഴയ യെരൂശലേമും അവൻ്റെ സിസ്റ്റവുമാണ്. പഴയ യെരൂശലേമും അവൻ്റെ സിസ്റ്റമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ പഴയ യെരൂശലേമും അവൻ്റെ നാടും അവൻ്റെ സിസ്റ്റം, അവൻ്റെ ആരാധനക്രമം, അവൻ്റെ സംവിധാനം, ഇതിനെ മുഴുവൻ കർത്താവ് ഇളക്കി മാറ്റിയതിൻ്റെ അന്ന് പഴയ ആകാശവും പഴയ ഭൂമിയും കൊടുമുഴക്കത്തോടൊഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ പഴയത് നീങ്ങി. പഴയത് നീങ്ങിയെങ്കിൽ വെളിപ്പാട് 21 പറഞ്ഞേക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെട്ട് കഴിഞ്ഞു. AD 70 പഴയതിന് നീക്കം വന്നെങ്കിൽ ഇനി 2000 വർഷത്തിന് ശേഷമല്ല പുതിയത്. പഴയത് നീങ്ങിയാൽ ഓട്ടോമാറ്റിക് പുതിയത് വന്നു. പുതിയത് മറ്റൊന്നുമല്ല, കർത്താവും അവൻ്റെ സഭയും പുത്തൻ യെരൂശലേമുമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഒന്നുകൂടെ പറഞ്ഞാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവ മക്കളാണ്. കാരണം പുതിയ നിയമത്തിലെ ആലയങ്ങളില്ല. പുതിയ നിയമത്തിലെ ആലയങ്ങൾ ഓരോ ക്രിസ്ത്യാനികളുമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്നും നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സോ ഹെവൻ എന്ന് പറയുന്നത്, പഴയ നിയമത്തിലെ ഹെവൻ എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയമാണെങ്കിൽ പുതിയ നിയമത്തിലെ ഹെവൻ എന്ന് പറയുന്നത് യേശുവിനെ വഹിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയുമാണ് പുതിയ നിയമത്തിലെ സ്വർഗം. പുതിയ നിയമത്തിലെ സ്വർഗം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അടുത്തൊരു കാര്യത്തിലേക്ക് പോകാം. ഞാൻ പറയാം. അതായത് പഴയ ആകാശവും പഴയ ഭൂമിയും അത് യെരൂശലേമാണെന്ന് ഞാൻ പറഞ്ഞു. അത് നീങ്ങിപ്പോകുന്നത് വരെ ന്യായപ്രമാണം മാറില്ല. ന്യായപ്രമാണം മാറി എന്ന് ബൈബിൾ പറയുന്നു. അത് ക്രിസ്തുവിലൂടെ നിവർത്തിയായെന്ന് പറയുന്നു. അങ്ങനെങ്കിൽ ന്യായപ്രമാണം യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് അത് എന്താ പറയുന്നത്, റിച്വലിസ്റ്റിക് ആയിട്ടുള്ളത് ഫുൾഫില്ലായി. ബട്ട് അക്ഷരം പ്രതിയുള്ള പ്രൊഫറ്റിക്കലി ഇനിയും ഫുൾഫില്ലാകേണ്ടതുണ്ട്. അത് AD 70 ദൈവത്തിൻ്റെ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാളിൽ നിവർത്തിയാകും എന്ന്, 40 വർഷത്തിന് ശേഷം നിവൃത്തിയാകും എന്നുള്ള പ്രൊഫസി നിവർത്തിയായി കഴിഞ്ഞു. പഴയ ആകാശവും പഴയ ഭൂമിയും എന്നേക്കുമായിട്ട് നീങ്ങിപ്പോയി.
പൗലോസ് പറയുന്ന പോലെ ആദ്യം ലൗകികമായത് വരുന്നു, പിന്നെ ആത്മീയമായത് വരുന്നു. ആദ്യമായിട്ട് കണ്ടത് അക്ഷരികമായ യെരൂശലേമാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ആത്മീയ യെരൂശലേമാണ്. അപ്പോൾ ഓരോ ദൈവ പൈതലാണ് പുതിയ ആകാശം, പുതിയ സ്വർഗം, ഹെവൻ. മലയാളത്തിൽ ആകാശം എന്നാണെങ്കിലും പുതിയ നിയമത്തിൽ യഥാർത്ഥത്തിൽ അതിനെ സ്വർഗമെന്നാണ് പറയുന്നത്. യു ആർ ദ ഹെവൻ. സഭയെക്കുറിച്ചൊരു വാക്യം വായിച്ചില്ലേ? സഭ ദൈവത്തിൻ്റെ ഭൂമിയിലെ ഹെവന്റെ റെപ്രസെൻറ്റേഷനാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ് മീൻസ് യു ആർ ദ ഹെവൻ. യു ആർ ദ ഹെവൻ. ന്യൂ ഹെവനാ നിങ്ങളാണ് സ്വർഗം. പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സഭയും ആ ജനതയുമാണ് പുതിയ ആകാശവും പുതിയ ഭൂമി. ഞാനിത് തെളിയിക്കുകയുണ്ട്. അതുകൊണ്ടല്ലാതെ നമ്മളിരിക്കുന്ന ഈ രാജ്യം മൊത്തം കത്തി, പിന്നെ ഇവിടുത്തെ മരങ്ങളെല്ലാം കത്തി, എല്ലാം കത്തിപ്പോവും. ഈ വിഡ്ഢിത്തരങ്ങൾ നമ്മൾ പറയരുത്. ദൈവത്തെ ഓർത്ത് ഈ വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ആളുകളോടാണ് നമ്മൾ പറയുന്നത്. നേരത്തെ ഏതോ ഒരു മാന്യം വന്നിട്ട് പറഞ്ഞിട്ട് വേറെ പണിയില്ല, ഇവർക്കെല്ലാം എനിക്ക് പണി തരുന്നതാ ജോലി. എൻ്റെ ലൈവ് വന്നിരുന്നിട്ട് പണി തരാനാണോടാ ചെറുക്കാ നീ വന്നേ? ഈ വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ആളുകളെ പോയി ആദ്യം അവർക്ക് പണി കൊടുക്കും. അതാണ് നല്ലത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വെറും വിഡ്ഢിത്തരങ്ങളാണ്. ഇത് പുതിയ നിയമസഭ വിശ്വാസ സമൂഹം കൃത്യമായ നിലയിൽ ഇതിനെടുത്ത് മാറ്റേണ്ടതുണ്ട്. കാരണം പഴയ ആകാശവും പഴയ ഭൂമിയും എന്ന് പറയുന്നത് പഴയ യെരൂശലേമും അവൻ്റെ സിസ്റ്റവുമാണ്. അത് പൊളിഞ്ഞുപോയി, അത് ഇല്ലാതായിപ്പോയി. സത്യത്തിൽ നിന്ന് ഒരുപാട് നീങ്ങിപ്പോകുന്നല്ലോ. ഗോഡ്വിൻ സാബു എവിടെ സത്യത്തിൽ നിന്ന് നീങ്ങിപ്പോയെന്നാ? അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതും കൂടെ ഗോഡ്വിൻ സാബു താഴെ എഴുതണം. ഞാൻ പറഞ്ഞ ആ സത്യത്തിൽ നിന്ന്, ഞാൻ വിഡ്ഢിത്തരങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനൊരു ലൈക്ക് ആരിലും ഇട്ട് കൊടുക്കണമായിരുന്നു. വിഡ്ഢിത്തരങ്ങൾ, പമ്പര വിഡ്ഢിത്തരങ്ങൾ, പെന്തക്കോസ്ത് ലോകത്തിന് കൊടുത്തിരിക്കുന്ന പമ്പര വിഡ്ഢിത്തരങ്ങൾ. ആ വിഡ്ഢിത്തരങ്ങളാണ് പുതിയ ആകാശം വരാൻ പോകുന്നു, പുതിയ ഭൂമി വരാം. പുതിയ ആകാശം എന്ന് പറയുന്നത് പഴയ ആകാശവും പഴയ ഭൂമി. പഴയ ആകാശവും പഴയ ഭൂമിയും കൃത്യമായിട്ട് പറഞ്ഞാൽ യെരൂശലേമും അവൻ്റെ സിസ്റ്റവുമാണ്. അതുപോലെ തന്നെ പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ വെന്തിരിയും. ഇതിനെക്കുറിച്ച് എന്താ നമ്മുടെ ലോകം പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഈ തോമസ് മാമൻ്റെ ഒക്കെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കണം. എന്തോടെ പറയുന്നറിയോ? ആറ്റം ബോംബ് ഇടുമ്പോൾ ഭൂമി കത്തി പൊളിഞ്ഞ് നാശിച്ചങ്ങ് പോകുമെന്ന്. എന്നിട്ട് മൂലപദാർത്ഥങ്ങൾ വെന്തിരി എന്ന് പറഞ്ഞാൽ ആറ്റം, അതായത് മൂലപദാർത്ഥം പറഞ്ഞാൽ ഈ ഓരോ സബ്സ്റ്റൻസിൻ്റെയും മൂലപദാർത്ഥം എന്ന് പറഞ്ഞാൽ ആറ്റമാണല്ലോ. അപ്പോൾ ആറ്റം വിഘടിച്ച് പിന്നെ ഇതെല്ലാം കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടി തെറിച്ചങ്ങ് പോകും. പിന്നെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പുതിയ ആകാശമൊക്കെ അങ്ങ് ഉണ്ടാക്കുന്നു. എന്തൊരു വിട്ടിത്തരമായത്! മൂലപദാർത്ഥം എന്ന വാക്കിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം നിങ്ങൾ ബാക്കിയുള്ളവർ കണ്ടുപിടിച്ചോ. മൂലപദാർത്ഥം എന്നതിനെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: അവർ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് കീഴത്രേ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിൻ്റെ ആദ്യ പാഠം, ലോകത്തിൻ്റെ ആദ്യ പാഠം എന്നതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ആദ്യ പാഠം എന്നെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് എലമെന്റ്സ് ഓഫ് ദ വേൾഡ് എന്നാണ്. എലമെന്റ്സ് ഓഫ് ദ വേൾഡ് എന്നതിന് കൊടുത്തിരിക്കുന്ന വേറൊരു പദമാണ് മൂലപദാർത്ഥം. ആകാശം കൊടുമുഴക്കത്തൊഴിഞ്ഞു പോകുന്ന പറഞ്ഞാൽ യെരൂശലേം ഇല്ലാതായി പോകും. അവൻ്റെ ന്യായപ്രമാണം മൂലപദാർത്ഥം വെന്തെരിയും, കത്തിപ്പോകും എന്ന് പറഞ്ഞാൽ യെരൂശലേമും അവൻ്റെ നിയമങ്ങളും കത്തിപ്പോകും എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്. അല്ലാതെ ആറ്റം ബോംബ്, ന്യൂട്രോൺ ബോംബ്, ഹൈഡ്രജൻ ബോംബ് എല്ലാം കൂടെ ഇട്ട് ഭൂമി ഇങ്ങനെ വെടിച്ചു പോകുമെന്നല്ല. മൂലപദാർത്ഥങ്ങൾ വെന്തെരിയും എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ അതിൻ്റെ ഗ്രീക്ക് എടുത്ത് നോക്കിയാൽ മതി. എലമെന്റ്സ് ഓഫ് ദ വേൾഡ്. അപ്പൊ എലമെന്റ്സ് ഓഫ് ദ വേൾഡ് ഇല്ലാതായി പോകും. എലമെന്റ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ആദ്യ പാഠം വെന്തെരിഞ്ഞു പോകും, ന്യായപ്രമാണം ഇല്ലാതായി പോകുമെന്നാണ് എഴുതിയേക്കുന്നത്. നമ്മുടെ ആളുകൾ ഇരുന്ന് അതിനെ വ്യാഖ്യാനിച്ചൊരു പരുവാക്കാണ്. അടുത്ത് വേറൊരു വാക്യം പറയുന്നുണ്ട്: പുരാതന ലോകം വെള്ളത്താൽ നശിപ്പിച്ചു, ഇപ്പോഴുള്ള ഭൂമിയോ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അത് സത്യത്തിൽ യെരൂശലേമിനെ കുറിച്ചാണ്. യെരൂശലേമിനെ കുറിച്ചാണ്. പത്രോസിന്റെ ലേഖനത്തിൽ എത്ര മുന്നറിയിപ്പുണ്ടെന്നറിയാമോ? ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ.
നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അഭക്തന്റെയും ഗതി എന്താകും? പത്രോസിന്റെ ലേഖനമാ. അപ്പം ഇത് നമ്മൾ പ്രസംഗിക്കുമെന്ന് പറയുന്നത് ദൈവഭവനത്തിൽ ആരംഭിക്കാൻ സമയം എന്ന് പറഞ്ഞാൽ സഭാ ഹാളിനകത്ത് ന്യായവിധി ആരംഭിക്കാൻ പോകുമെന്നാണെന്ന് നമ്മുടെ പാസ്റ്റേഴ്സ് പ്രസംഗിക്കുന്നത്. യെരൂശലേം എന്ന് പറയുന്ന ദൈവഭവനത്തിൽ ന്യായവിധി ആരംഭിക്കാൻ പോകുമെന്ന് പത്രോസ് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതുന്നത്. അല്ലാതെ കോഴഞ്ചേരിയിലെ കുഞ്ഞച്ചാനല്ല ലേഖനം എഴുതുന്നത്, തിരുവല്ലയിലെ തോമാച്ചാനും അല്ല എഴുതുന്നത്, കോട്ടയത്തെ കുഞ്ഞച്ചനും അല്ല എഴുതുന്നത്. ഇത് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് എഴുതുക എന്ന് പറഞ്ഞിട്ട് പറയാ, ദൈവഗ്രഹത്തിൽ ന്യായവിധി വരാൻ സമയമായി. ഒരു വിശുദ്ധൻ പോലും പ്രയാസേനയാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അത് തന്നെയാണ് ജയ് വർഗീസ്. ദാറ്റ്സ് ട്രൂ. അതായത് യെരൂശലേം എന്ന ദൈവഭവനം നശിക്കാൻ പോവുകയാണ്. വിശുദ്ധന്മാർ പോലും കഷ്ടപ്പെട്ടാ രക്ഷപ്പെടാൻ പോകുന്നത്. സത്യമല്ലേ? വിശുദ്ധന്മാരെല്ലാം കൂടെ പേടിച്ചോടി പെല്ലായി ചെന്ന് പാർത്തിട്ടല്ലേ രക്ഷപ്പെട്ടത്. വിശുദ്ധന്മാർക്ക് പോലും ഇത് പ്രയാസനെ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ പാപിയുടെയും അശുദ്ധന്റെയും ഗതി എന്താകുമെന്ന് ചോദിക്കുമ്പോൾ അത് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നതാണെന്ന് പറയരുത്. ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. അപ്പം നമ്മൾ ബൈബിളിൽ എവിടെയെങ്കിലും ദൈവകോപം, ക്രോധം എന്ന് നിങ്ങൾ ക്രോധം എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ, എല്ലാം ഫ്യൂച്ചർ ടെൻസിലാണ് വെച്ചേക്കുന്നത്. കാരണം AD 70 ബന്ധത്തിൽ ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ എൻഡ് ടൈം, ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. അപ്പൊ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സഭയാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ സ്വപ്ന ലോകത്തിരിക്കരുത്. നമ്മൾ സ്വപ്നത്തിൽ പായസം ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സ്വപ്നത്തിലൊരു പായസം ഉണ്ടാക്കുക, എന്നിട്ട് സ്വപ്നത്തിൽ കുടിച്ചാൽ അതിൻ്റെ വയറ് നിറയൂ. നമ്മൾ ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതിരി. ഓൾറെഡി ക്രിസ്തുവിനെ വഹിക്കുന്ന ഓരോ ദൈവവൈതലും എല്ലാ മക്കളുടെ അകത്തും ദൈവരാജ്യമുണ്ട്, കിങ്ഡം ഓഫ് ഗോഡ് ഉണ്ട്. നമ്മൾ ഹെവൻ, ഞാൻ പറഞ്ഞു, ഈ മതം നമ്മൾ എന്ന് എടുത്ത് കളയുന്നു അന്ന് നമ്മൾ രക്ഷപ്പെടും. മതം നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നോക്കും, ദൈവരാജ്യം സ്വർഗത്തെ ഭൂമി കൊണ്ടുവരാൻ നോക്കും. മതമാണ് നിന്നെ കഷ്ടപ്പെടുത്തുന്നത്. മതം പറയും കഷ്ടത മതി, കഷ്ടത, പട്ടിണി, കഷ്ടതയും പട്ടിണിയും സങ്കടവും ഇതെല്ലാം നമ്മൾ സഹിക്കണം. ഓ സ്തോത്രം, നമുക്ക് എല്ലാം ദൈവം തന്ന. മതം വെറും മതമാണ്. ദൈവരാജ്യം മാത്രമേ നിനക്ക് പ്രോസ്പെരിറ്റി തരത്തുള്ളൂ. അതുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ പ്രോസ്പെരിറ്റി പറഞ്ഞാൽ ഉടനെ അവൻ്റെ കഴുത്ത് വെട്ടാൻ പോകുന്നത്. ദൈവരാജ്യത്തിനകത്താ യേശു പറഞ്ഞെന്തോ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ദൈവരാജ്യം പ്രോസ്പെരിറ്റിയുടെ സ്ഥലമാണ്. ദൈവരാജ്യം ഹീലിങ്ങിൻ്റെ സ്ഥലം. അതുകൊണ്ടാണ് ഈ മതഭക്തന്മാർക്ക് രോഗശാന്തി ഇഷ്ടമല്ല, മതഭക്തന്മാർക്ക് പ്രവചനം ഇഷ്ടം. പിന്നെ വേറൊരു വിഷയമുണ്ട്, ഇവിടെ നമ്മൾ കാണുന്ന പ്രവചനവും രോഗശാന്തിയും എല്ലാം ഒരു സൈഡിൽ മഹാതട്ടിപ്പാണ്. ഇത് ഞാൻ അടച്ചങ്ങ് ആക്ഷേപിക്കില്ല. ഐ ബിലീവ് ഇൻ പ്രോഫസി, ഐ ബിലീവ് ഇൻ മിറാക്കിൾസ്, ഐ ബിലീവ് ഇൻ ഹീലിംഗ്. പക്ഷേ നമ്മുടെ ഇടയിൽ കാണുന്ന മിക്കതെല്ലാം തട്ടിപ്പുകളാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ കാണുന്ന ഒരു കൃപാവരവും നമ്മൾ സ്റ്റേജ് ഷോ ആക്കരുത്. ഞാൻ അതും കൂടെ ഇടയ്ക്ക് കയറി അങ്ങ് പറഞ്ഞോളൂ. ഇപ്പം ഒരു രോഗം സൗഖ്യമായാൽ അത് നാട്ടുകാരെ വിളിച്ച് കാണിക്കാൻ പോകരുത്. ക്യാമറ ഇല്ലാതിരിക്കണം, ക്യാമറ ഇല്ലാതെ സൗഖ്യം വരുത്തണം. ക്യാമറ വേണ്ട, അത് ഒപ്പിയെടുക്കരുത്, അതിനെ അഡ്വർടൈസ് ചെയ്യരുത്. ഇവിടെ ബിസിനസ്, ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോഫസി പറഞ്ഞിട്ട് ആ പ്രോഫസി അഡ്വർടൈസ് ചെയ്യുക. ഇത് ദൈവരാജ്യത്തിൻ്റെ കാര്യപരിപാടിയൊന്നുമല്ല, ഇത് പക്കാ തട്ടിപ്പാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയമല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രവചനമുണ്ട്, യഥാർത്ഥത്തിൽ രോഗശാന്തിയുണ്ട്, യഥാർത്ഥത്തിൽ മിറക്കിളുണ്ട്, അത്ഭുതം, സൂപ്പർ നാച്ചുറൽ ക്രിസ്ത്യാനിറ്റി. പക്ഷേ ഇത് തട്ടിപ്പായിട്ട് ഉപയോഗിക്കരുത്. ഒരു രോഗശാന്തിയുടെ ശുശ്രൂഷയുടെയും റിസൾട്ട് TV-യിൽ പ്രഭാഷണം ചെയ്യരുത്, പബ്ലിക്കിനെ കാണിക്കാൻ പോകരുത്. യേശു ഓരോ അത്ഭുതം ചെയ്യുമ്പോഴും പറഞ്ഞത് ആരോടും പറയരുതെന്നാ. യേശുവിൻ്റെ ശിഷ്യന്മാർ അതും കൂടെ കേൾക്കണം. ഇത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലുള്ള ഒരു മഹാൻ ഒരു പ്രസംഗം ഇങ്ങനെയാണ് പറയുന്നത് കേട്ടത്. അത് ഭയങ്കര തട്ടിപ്പാണ്. ഭാര്യയും ഭർത്താവും കൂടെ അങ്ങ് ഇറങ്ങിയേക്കുക തട്ടിപ്പിന്. അപ്പം ഇത് ഞാൻ വിഷമം കൊണ്ട് അങ്ങ് പറയാം കേട്ടോ. അപ്പം ആ സഹോദരി, ഒരാൾ വന്നതൊക്കെ സഹോദരിയുടെ കൈക്ക് വേദനയായിരുന്നു. കഴിഞ്ഞ യോഗത്തിന് വന്നപ്പോൾ പാസ്റ്റ് പ്രാർത്ഥിച്ചപ്പോൾ ഈ കൈയുടെ കുഴ വേദന മാറി. അപ്പോൾ അവൾ തീരുമാനമെടുത്തു, നമ്മുടെ TV-ക്ക് വേണ്ടി ഒരു മാസത്തേക്കുള്ളത് സ്തോത്രാഴ്ച കൊടുത്തേക്കാമെന്ന് ദൈവമുമ്പിൽ തീരുമാനിച്ചപ്പോൾ അന്ന് അവിടെ സൗഖ്യം കിട്ടി. അപ്പം ഈ ഇവിടുന്ന് പെടക്കോഴി പറഞ്ഞു അത് വന്നപ്പോൾ സഹോദരി വന്ന് തീരുമാനമെടുത്തപ്പോഴത്തേക്കും കൈ ഇങ്ങനെ ശരിയായി. സ്തോത്രം. എന്തിനെന്നറിയാമോ?
അവിടെ കുറേ ആളിരിപ്പുണ്ട്. അവർക്ക് ബോധിപ്പിക്കണം. എന്താ ബോധിപ്പിക്കണ്ടേ? ഞങ്ങളുടെ TV പ്രഭാഷണത്തിന് കുറച്ച് കാശ് തന്നാൽ നിന്റെ കൈക്കോഴ വേദന മാറുമെന്ന. ഇമാതിരിയുള്ള തട്ടിപ്പുകളെ ഒന്നും ദൈവരാജ്യം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ളതിനെ ഒന്നും അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. ഇതല്ല ഒറിജിനൽ മനസ്സലിഞ്ഞു തൊട്ടെന്ന. മനസ്സലിഞ്ഞത്. യേശു രോഗിയെ സൗഖ്യമാക്കിയത് മനസ്സിന് അലിഞ്ഞ് കണ്ണുനീരോടാ സൗഖ്യമാക്കിയത്. ഒരു കോട്ടയത്ത് ഒരു മഹാനുണ്ട്. പുള്ളിക്കാരൻ എപ്പോഴും പൈസ എന്ന് പറഞ്ഞാൽ പുള്ളിച്ചാട് വീടും. കോട്ടയത്ത് ഒത്തിരി പേരുണ്ട് കേട്ടോ, ആരെയും നിങ്ങൾ സസ്പെൻഷൻ ആക്കണ്ട. നല്ല നല്ല ദൈവസന്മാരുണ്ട്. കാശാണ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവരാജ്യം എന്ന് പറഞ്ഞ ഒറിജിനൽ അത്ഭുതമുണ്ട്, മിറാക്കിൾസ് ഉണ്ട്, ഹീലിങ്സ് ഉണ്ട്, പ്രൊഫസി ഉണ്ട്. പക്ഷെ തട്ടിപ്പ് കാണിക്കുന്ന ഒരുത്തനും ദൈവരാജ്യത്തിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ട്രൂ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ് റൈസപ്പ് ആവണം കേരളത്തിൽ. യഥാർത്ഥ ദൈവദാസന്മാർ എഴുന്നേക്കണം. ഇടനിലക്കാരാ. വെരി ബാഡ് ബ്രദർ, സത്യമാണ്. ഇവിടെ മിക്കവാറും അതേപോലെ തന്നെ ഒരു കാര്യം എന്തായാലും ഇത്തരം വന്ന സ്ഥിതിക്ക് അങ്ങ് പറയും. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ലൈവ് ഇടുന്നില്ല. അപ്പം നമ്മുടെ ഒരു 1000 പേര് ഒരു ചർച്ചിലുണ്ട്. 1000 പേര് ഒരു മീറ്റിങ്ങിന് വന്നാൽ അതിനകത്ത് 5 പേർക്ക് പ്രവചനം കിട്ടും. 5 പേരോട് പ്രേരയൊക്കെ വിളിച്ച് പറയും. ബാക്കി 995 എണ്ണം വായും തുറന്ന് ആന്ന് തുറന്നിട്ട് പോകണം. ഈ 995 എണ്ണത്തിന് ഒരു പ്രയോജനവും. അവരൊരു ഫിലിമൊക്കെ കണ്ട പോലെ, ഒരു ട്രാജഡിയും കോമഡിയൊക്കെ കണ്ടിട്ട് പോകുന്ന പോലെ പോകും. ഒരു പ്രോഫറ്റ് ഓഫ് ഗോഡ് എഴുന്നേറ്റ വീട്ടുപേരും അഡ്രസ്സും ഫോൺ നമ്പരും മാത്രമല്ല പറയണ്ടേ. പറഞ്ഞോ, ദൈവത്തിന് എന്തോ അറിയാൻ വയ്യാത്ത. നീ മരിക്കുന്നതിൻ്റെ ഡേറ്റും സമയം വരെ പറയാൻ പറ്റും. ഗോഡ് നോസ് എവറിത്തിങ്. അതിനെ ഞാൻ വിമർശിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധമ വന്ന പേര് വെളിപ്പെടും, അഡ്രസ്സ് വെളിപ്പെടും, എല്ലാം വെളിപ്പെടും. പക്ഷേ അതാണ് മിനിസ്ട്രി എന്ന് മാത്രം വിചാരിക്കരുത്. 1000 പേര് അവിടെ വരുമ്പോൾ 1000 പേർക്കും കൊടുക്കാനുള്ള ദൂത് കാണണം. 1000 പേർക്കും കൊടുക്കാനൊരു പ്രവചന ദൂത് വേണം. അത് തിരുവഴുത്തിലേ കിട്ടത്തുള്ളൂ. എനിക്ക് ഒരു കൊച്ചു സംശയമുള്ളത്, ഇതിപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സാധനം കട്ട് ചെയ്ത് പ്രവാചകന്മാർക്ക് അയച്ചു കൊടുക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഏതെങ്കിലും കൃമികളുണ്ടെങ്കിൽ നിനക്ക് തമ്പുരാൻ പണി തരുമെന്നും കൂടെ ശാപമല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് പണി കിട്ടും, അത് 100% കാരണം ഇത് ഇത്ര വേണേൽ കറക്റ്റ് കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കും. ഇവിടെ ഇതിനകത്ത് ചിലത് എടുത്തുകൊണ്ട് ബെറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ അയക്കുന്ന പുള്ളികളുണ്ട്. ബെറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രിയുമായിട്ട് ലിങ്കുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ട്. ബെറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ ഞാൻ ട്രെയിൻഡ് ആണ്. ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഉടനെ അത് കട്ട് ചെയ്ത് നേരെ ബെറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ അയച്ചു കൊടുക്കുന്ന കേരളത്തിലെ കുറേ മണ്ണുണ്ണികളുണ്ട്. ഇവനൊക്കെ ബെറ എന്ന് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ബെറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. കേരളത്തിൽ ഒരൊറ്റ മിനിസ്റ്റേഴ്സ് ഇല്ലാത്ത കാലത്ത് 98 മുതൽ ഐ നോ ബെറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രി വെരി വെൽ. ഒരു 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 പോസ്റ്റ് ഇട്ടാൽ അതിനെ കട്ട് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയുള്ള കുറച്ച് മഹാന്മാരുണ്ട്. ഇതിപ്പോൾ തന്നെ ഇതിപ്പോൾ എടുത്ത ഉടനെ ടിജോയ്ക്ക് അയച്ചു കൊടുക്കും. ഇപ്പം തന്നെ അയച്ചു കൊടുക്കും. ടിജോ പാസ്റ്റർ, ഞാൻ ടിജോയ്ക്കെതിരെയല്ല സംസാരിച്ചത്. ടിജോയൊക്കെ എൻ്റെ സ്നേഹിതനാണ്. ഇവിടുത്തെ രോഗശാന്തി ശുശ്രൂഷകരൊക്കെ എൻ്റെ സ്നേഹിതരാണ്. പക്ഷെ ഞാൻ പറയുന്നത് ദൈവശബ്ദമായിട്ടാണ്. പ്രവചനമുണ്ട്, പക്ഷെ വരുന്ന 100-ൽ 1000-1000 പേർക്കും പ്രയോജനപ്പെടണം. അതാണ് കിങ്ഡം ഓഫ് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഒരിക്കലും എൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വളരരുത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ രാജ്യം വരണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ അർത്ഥം എന്താ? എൻ്റെ രാജ്യം പൊളിയണേന്ന് ഉള്ള എൻ്റെ രാജ്യം പൊളിയണമേ എന്ന മനസ്സുള്ളവന് മാത്രമേ നിന്റെ രാജ്യം വരണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ. എൻ്റെ രാജ്യം തീരാതെ ആ രാജ്യം വരൂല്ല. നിധി സത്യം. ഐ preach the word, brother. I am preaching the word. I am not criticizing a single person. I believe in healing. I believe in prophesy. I believe in miracle ministry. But the one who is doing this all ministry for the benefit of their ministry and for money, they are not perfect. They are not true ministers of God. 100% അങ്ങനെയുള്ള സമൂഹം ദൈവരാജ്യത്ത് ഒഴിവായി നിൽക്കണം. പുതിയ നിയമത്തിന്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, യു ആർ ദ ന്യൂ ഹെവൻ, യു ആർ ദ ന്യൂ എർത്ത്. നീയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
എന്ന് പറഞ്ഞാൽ ന്യൂ ടെസ്റ്റമെന്റിൽ ഒരിക്കലും വൺ മാൻ ഷോ ഇല്ല. ഇതാണ് ആദ്യത്തെ ട്രൂത്ത്. ദൈവരാജ്യത്തിൽ ഒരിക്കലും വൺ മാൻ ഷോ ഇല്ല. എൻ്റെ ഹാർട്ടിൽ വന്നൊരു കാര്യം ഞാൻ പറയാൻ പോവാം. നമ്മളിപ്പോൾ ഒരു ഫിലിം കാണാൻ പോകാമെന്നിരിക്കട്ടെ. ഒരു ഫിലിം കാണാൻ പോവുക എന്നിരിക്കട്ടെ. സമയം കിട്ടുമ്പോൾ ഞാനും പോകാറുണ്ട് കേട്ടോ. ഫിലിം കാണാറുണ്ടെന്നാ. അപ്പോൾ ഫിലിം കാണുമ്പോൾ അല്ലെങ്കിൽ ആ തിയേറ്ററിനകത്തിരിക്കുമ്പോൾ തിയേറ്ററിലെ ഒത്തിരിയും പേരിരിക്കുകയാണ്. അപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ സ്ക്രീനിലാണ് ഫിലിം. 500 പേരിരുന്ന് കാണുക. ഒരു സ്ക്രീനിൽ മാത്രമേ ഷോ നടക്കൂ, ബാക്കി മുഴുവൻ ആളുകളും ഇങ്ങനെ ഇരിക്കുക. ഇത് തന്നെ ഇപ്പോഴും സഭ. നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞു നോക്കിയേ, സ്റ്റേജിൽ മാത്രമാണ് അനക്കം, ബാക്കി മുഴുവൻ ആളുകളും കേൾവിക്കാരാണ്, പ്രേക്ഷകരാണ്. ഇതല്ല ചർച്ച്. നമ്മൾ നോക്കി ഒരു മനുഷ്യൻ കിടക്കുമ്പോൾ അവൻ്റെ തല മാത്രം, അവൻ്റെ കണ്ണ് മാത്രമേ ഇങ്ങനെ അനങ്ങുന്നുള്ളൂ, കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല. എന്ത് പറ്റിയെന്നർത്ഥം? എന്ത് പറ്റിയെന്നർത്ഥം? ആ ശരീരത്തിന് പക്ഷാഘാതം വന്നു എന്നർത്ഥം. തിയേറ്ററിൽ പോയി കാണാറുണ്ടോ? സമയം കിട്ടുമ്പോൾ പോകാറുണ്ട്. ജോൺ മോനെ വരുന്നെങ്കിൽ ടിക്കറ്റ് എടുത്ത് തരാം. ടി വിക്കകത്തിരുന്ന് കാണാമെങ്കിൽ പിന്നെന്താ സാറേ, തിയേറ്ററിൽ പോയി കണ്ട ഇങ്ങനെ ഇതിനകത്ത് കാണുന്നതിനേക്കാൾ നല്ലതല്ലേ അവിടെ പോയി കാണാം. ബ്രദർ വരാമെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് തരാം. ഓരോരുത്തരൊക്കെ ഓരോ സംശയങ്ങളെ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, 100 വിശ്വാസി ഇരിക്കുന്നു, ഒരു പാസ്റ്റർ മാത്രം അനങ്ങുന്നു. അതായത് ശരീരം മൊത്തം ഉണ്ട്, കണ്ണ് മാത്രം അനങ്ങുന്നു. അർത്ഥം എന്താ? പക്ഷാഘാതം വന്നു, ശരീരം പക്ഷപാത രോഗിയെ പോലെ കിടക്കുന്നു, കണ്ണ് മാത്രം അനങ്ങുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിലുള്ള 99.99% സഭയുടെ അവസ്ഥ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. 99.99% സഭയും പക്ഷാഘാതം വന്ന സഭകളാണ്. സ്റ്റേജിൽ മാത്രമേ അനക്കമുള്ളൂ, ബാക്കി ഒരു അനക്കമില്ല. അവിടെ വാ തുറന്ന് നിങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കും. ഇതല്ല ചർച്ച്. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ചർച്ച് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരമാണ്. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ചലിക്കണം. കണ്ണ് മാത്രമല്ല ചലിക്കണ്ടേ, മൂക്ക് ചലിക്കണം, നാവ് ചലിക്കണം, ചെവിയുടെ ഫംഗ്ഷൻ നടക്കണം, കൈകാലുകൾക്ക്, ശരീരത്തിന് ആന്തരിക അവയവങ്ങൾക്ക്, പുറത്തുള്ള എല്ലാ അവയവങ്ങളും ഒരുപോലെ ഫംഗ്ഷൻ ആകണം. ഒരുപോലെ ഫംഗ്ഷൻ ആയാലേ അത് ഫുൾ ബോഡി ആകത്തുള്ളൂ. ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം ചെയ്യുന്നതല്ല. അപ്പം ചർച്ചിനകത്ത് എല്ലാവർക്കും അവരുടേതായ ഫംഗ്ഷനുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റേജ് ഷോ മാതിരി ഒരാൾ മാത്രം പ്രസംഗിക്കുന്നു, അയാൾ മാത്രം അതല്ല. ഒരു ചേർച്ചിനകത്ത് ക്രിസ്തുവിൻ്റെ ട്രൂ റെവലേഷനിൽ വരുന്ന എല്ലാ വിശ്വാസിക്കും രോഗികളെ സൗഖ്യമാക്കാൻ അധികാരമുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുണ്ട്. എല്ലാവർക്കും ഉണ്ട്, സകല ആൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ ആ സ്റ്റേജിൽ നിന്നിട്ട് കാണിക്കുന്ന ആ ഷോ കാണാൻ വരുന്ന ഇടമല്ല സഭ. സഭ എന്ന് പറഞ്ഞാൽ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഒരുപോലെ ഫംഗ്ഷൻ ചെയ്യണം. അങ്ങനൊരു കാലം വന്നാൽ അന്നായിരിക്കും ദൈവരാജ്യത്തിൻ്റെ തനിമ ലോകം കാണാൻ പോകുന്നത്. ഒരു ദൈവദാസൻ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് രോഗശാന്തി ചെയ്യുന്ന ശുശ്രൂഷകന്മാരുണ്ട്. ഐ റെസ്പെക്ട് ദം, ഐ ഹോണർ ദം. പക്ഷെ അവർ മാത്രം എത്ര ശ്രമിച്ചാലും ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം വരെ ഇവിടെ നടക്കില്ല. അപ്പോൾ ഒരു പ്രവാചകൻ, അദ്ദേഹം മാത്രം പ്രവചിച്ചുകൊണ്ടിരുന്ന ഇത് നടക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ചർച്ചിലുള്ള സകല ആളുകളും പ്രവചിക്കാൻ തുടങ്ങണം. 1000 പേരും പ്രവാചകന്മാരാകണം, 1000 പേരും രോഗശാന്തിക്കാരാകണം. സത്യത്തിൽ അതാണ് ലീഡർഷിപ്പ് കേട്ടോ. അതാണ് ട്രൂ ലീഡർഷിപ്പ്. അതാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു വൺ മാൻ ഷോയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചർച്ച് എന്ന് പറയുമ്പോൾ ഒരു 100 പേര് അല്ലെങ്കിൽ 1000 പേര് വരുമ്പോൾ 1000 പേരും കൂടെ ഫംഗ്ഷൻ ആകാൻ തുടങ്ങണം. 1000 പേർക്ക് ഹെവൻ്റെ കൾച്ചറിൽ മൂവ് ചെയ്യാൻ തുടങ്ങണം. വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആക്ച്വലി അതാണ് ദൈവരാജ്യം. ഞാൻ പറഞ്ഞല്ലോ, പുതിയ ആകാശവും പുതിയ ഭൂമിയും കൃത്യമായിട്ട് വന്നു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം. അത് നാമാണ്. പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ അവൻ്റെ സഭയാണ്. അല്ലാതെ ഇനി ആകാശത്ത് നിന്ന് ഇങ്ങനെ വലിയൊരെണ്ണം ഇറങ്ങി വരാൻ പോവാണ്, ഭൂമിയിൽ ഇങ്ങനെ വന്നിരിക്കും നമ്മളല്ല അതിനകത്ത്. ഇതല്ല അതിൻ്റെ ട്രൂത്ത്. എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി അടി കൂടുക.
സ്തോത്രകാഴ്ച ഇടയ്ക്ക് നമ്മുടെ പോക്കറ്റിലോട്ട് തിരിച്ചു വീഴണം. നിശ്ചയമായിട്ടും അങ്ങനെ ബ്രദറെ, സത്യമാണ്. കാരണം ഓഫറിങ്, ഇപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഓഫറിങ് ഉണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ ഓഫറിങ് എടുക്കുമ്പോൾ സന്തോഷമുള്ളവർ കൊടുക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി ആൾക്ക് സന്തോഷം വരാറില്ല, അതറിയാമല്ലോ. അത് സന്തോഷമുള്ളവർ കൊടുക്കുന്നുണ്ട്. ഒത്തിരി ആൾക്ക് സന്തോഷം വരാറില്ല, സന്തോഷമില്ലാത്തവർ കൊടുക്കുന്നുമില്ല. നിർബന്ധമൊന്നുമില്ല. കാരണം ബൈബിളിൽ വന്ന് കൊടുക്കാന്ന് പറഞ്ഞൊരു കൾച്ചറാണ്. അതൊരു ഹെവൻ്റെ കൾച്ചറാണ്. കാരണം ദൈവം എപ്പോഴും കൊടുക്കുന്നവനാണ്. അതേസമയം ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വിശ്വാസിക്ക്, ഇപ്പം ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ പഠിപ്പിച്ചേ പറയാം. ഇപ്പം കർത്താവിന് വേണ്ടി കൊടുക്കാൻ വലിയ കൊതിയാണ്, ആഗ്രഹത്തോടെ വരുന്നത്. കയ്യിൽ 500 രൂപ ഉണ്ടെന്നിരിക്കട്ടെ, 500 രൂപ കർത്താവിന് കൊടുക്കണം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വിതയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ നാളെ രാവിലെ അരി വാങ്ങാനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ചിന്ത, ദൈവമേ ഇനിയും കൊടുക്കണോ. അപ്പോൾ രണ്ടും മനസ്സിലാവും. ആഗ്രഹം കൊടുക്കണമെന്നും പിന്നെ വീട്ടിൽ ആവശ്യം ഓർക്കുമ്പോൾ കൊടുക്കണ്ടെന്ന് പോകും. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ, നിങ്ങൾ ഞങ്ങളുടെ ചർച്ചിലുള്ളവരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ആ 500 രൂപ ചർച്ചിലെ ഓഫറിങ്ങിൽ ഇട്ടിട്ട് പോകുന്നതിന് മുമ്പ് പോയി ആ 500 അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോക്കോ. നിങ്ങൾക്ക് വിശ്വാസം, നാളെ നിങ്ങൾക്ക് വേണ്ടി വേറെ വഴിയില്ലെങ്കിൽ നിങ്ങൾ 500 രൂപ അതിനകത്ത് ഇട്ടിട്ട് നാളെ ദൈവം കരുതുമെന്നോ അല്ലെങ്കിൽ എനിക്ക് വേണമെന്നോ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ 500 രൂപ ഞാൻ സ്വതരാജ് ഇട്ടായിരുന്നു, നിങ്ങൾ തിരിച്ചാന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോക്കോ. അതാ ഞങ്ങളുടെ ചർച്ചിലെ പഠിപ്പിരി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇസ് എ നേച്ചറാണ്, ഈ കൾച്ചറായി മാറുക എന്നുള്ളത്. ഗിവിങ് ഇതൊരു കൾച്ചറാണ്, അല്ലാതെ ഞങ്ങൾ നിർബന്ധം കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ഗിവിങ് ഒരു കൾച്ചർ, അത് ഹെവൻ്റെ കൾച്ചർ, കിങ്ഡം കൾച്ചറാണ്. കാരണം കിങ് ആയതുകൊണ്ടാണ്, കിങ്ങിനെ എപ്പോഴും നമ്മൾ ഹോണർ ചെയ്യുന്നത് നമ്മുടെ ധനം കൊണ്ടാണ്. നമ്മൾ രാജാവിന് എപ്പോഴും സമ്മാനം കൊടുത്തല്ലേ ഹോണർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ദൈവരാജ്യത്തിലെത്തുമ്പോൾ രാജാവിന് കൊടുക്കുന്നതാണ്, രാജാവിനെ ഹോണർ ചെയ്യുന്നത്. അതൊരു കൾച്ചർ ആക്ച്വലി. അപ്പോൾ ആ കൾച്ചർ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറയുന്നത്. ശരി, അപ്പം ഞാൻ പറഞ്ഞത് ദൈവരാജ്യത്തിനകത്ത്, അപ്പം ഞാൻ പറഞ്ഞില്ല ഓൺ മാൻ ഷോ അവസാനിപ്പിക്കണം. റോങ് പ്രോഫസീസ് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ലക്ഷ്യം കറക്റ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്നെ ഒരാൾ മീറ്റിങ്ങിന് വിളിച്ചേക്കാൻ, ഞാൻ പ്രോഫറ്റാന്നിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന് 2 പേരുടെ പേര് പറയണം. അയ്യോ അങ്ങ് തലയ്ക്ക് ഭ്രാന്താണ്. ആലോചിച്ച് അവിടെ ചെല്ലുമ്പം 2 പേര് കിട്ടി. അത് തലേന്ന് എഴുതിക്കൊണ്ട് പോകും. എഴുതിക്കൊണ്ടാണ് പോകുന്നത്. ശരിയായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തിന് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നേ? ആ ജനത്തിന് കൊടുക്കാൻ ദൈവത്തിൽ നിന്നൊരു ആലോചന പ്രാപിച്ചുകൊണ്ട് പോയാൽ മതി. സകല കൃപാവരങ്ങളും ദൈവം കൊടുക്കുന്നത് സഭയുടെ ആത്മീക വർധനയ്ക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫംഗ്ഷൻ ആകാൻ തുടങ്ങും. ചർച്ച് മുഴുവൻ എല്ലാവരും രോഗശാന്തി കൂടി ചെയ്യാൻ തുടങ്ങി. എന്ത് മനോഹരമായിരിക്കും. അപ്പോൾ എറണാകുളത്തുള്ള സഭ എല്ലാ ക്രിസ്ത്യാനികൾക്കും കയ്യിൽ രോഗശാന്തിയുടെ ശക്തി ഉണ്ടെങ്കിൽ അവിടത്തേക്ക് വമ്പൻ ഹോസ്പിറ്റലൊക്കെ എന്നേ പൂട്ടിപ്പോയിന്. അപ്പോൾ ഒരാൾ ചെയ്യുന്നതല്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പറയാം, ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവരും പ്രസംഗിക്കണം, എല്ലാവരും പ്രവചിക്കണം, എല്ലാവരും രോഗശാന്തി ചെയ്യണം, എല്ലാവരും ചെയ്യണം. എവ്രിബഡി ഹാസ് ടു ഡു ദാറ്റ്. ബിക്കോസ് വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നാം ആ ദൈവത്തിൻ്റെ രാജ്യം. ബൈജു നിന്റെ പേര് പാസ്റ്റർ എന്നാണ്. ഏതാ ഇത് പാസ്റ്റർ? ഉടായിപ്പാദ്യം നിർത്തിയടാ. ഏത് ഉടായിപ്പാന്ന് പറ. നിന്നെ ആരാ പാസ്റ്ററാക്കിയെന്ന് ആദ്യം പറ. ബിജു PS. ഉടായിപ്പ കാര്യം പറയുമ്പോൾ ഉടനെ നാണോ ഇല്ലൂടാ പാസ്റ്ററെ. ഞാൻ ഉടായിപ്പടാ. ഞാൻ സത്യസന്ധമായിട്ട് അവിടെ ഇരിക്കുന്നത്. ഞാൻ കേരളത്തിൽ, നീ പോയി നോക്ക്, ഞാൻ ഏതെങ്കിലും ഇന്ന് പണം അടിച്ചു മാറ്റിട്ടുണ്ടോ പോയി നോക്ക്, ചോദിച്ചു നോക്ക്. ഏതെങ്കിലും വീട്ടിൽ കയറി അവരുടെ പെണ്ണുങ്ങളെ പിടിക്കാൻ പോയിട്ടുണ്ടോ ചോദിച്ചു നോക്കടാ. ആ കൊറോണ നിർത്ത് പറ. നിനക്കെന്താ പറ്റി? നീ പിന്നെ പാസ്റ്ററെന്ന് നിന്റെ പേരിൻ്റെ മുമ്പ് ഇട്ടിട്ട് പോയേക്കല്ലോ. നീ പോയ കൊറോണയെ നിർത്ത്. നിനക്കെന്താ പറ്റത്തില്ലയോ? അത് ജോൺ ലോറൻസും ഞങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ആളുകളെ ഉടായ്പ ഞാനല്ല. എന്നെ അങ്ങോട്ട് പറയിപ്പിക്കും. ഞാൻ ഇവിടെ അങ്ങോട്ട് നിന്നാൽ നിങ്ങളുടെ നേതാവുള്ളതിനെ എല്ലാത്തിനോടെ ഞാൻ തൊലി ഉരിക്കും. ഇവിടെ ഓരോരുത്തരും അവൻ്റെയൊക്കെ പണി നോക്കി പൊക്കോണം. ഒരാൾ നടത്തുന്ന ലൈവിൽ വന്നിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കടാ ആദ്യം. അല്ലാതെ കറുത്ത ഉടുപ്പും വെള്ള പാൻറ്റും ഇട്ടുകൊണ്ട് വെള്ള ഉടുപ്പും കറുത്ത പാൻറ്റും ഇട്ടുകൊണ്ട് നടക്കാതെ മര്യാദയ്ക്ക് ഇരുന്നോ. നീ പാസറാവാൻ പോകുന്നു. പോട്ടെ.
ഇവനൊന്നും ക്ഷമിക്കാൻ പറ്റില്ല ബ്രദറെ. ഞാൻ കുറേ ക്ഷമിച്ചാണ്. അടിക്ക് അടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി ഇപ്പം. അത് പ്രത്യേകിച്ച് ഇവന്മാർക്ക്, ഈ മതത്തിൻ്റെ ആളുകൾക്ക് നല്ല ചുട്ടടി കിട്ടും. ഇതിപ്പോൾ ഒരു RSS കാരനാണെങ്കിൽ ഞാൻ അവനെ സഹോദരാന്ന് വിളിക്കും. ഓക്കെ, ബഹുപുരുഷത്തിൻ്റെ ആവശ്യത്തെ അംഗീകരിക്കുന്നു. എടാ, എൻ്റെ കൂടെ നടക്കുന്നവരോട് ചോദിക്കുക ഞാൻ ഉടായിപ്പാണോ എന്ന് ചോദിച്ചു നോക്ക്. നീ ആദ്യം ആ കറുത്ത പാൻറ്റ് വലിച്ചൂര്, എന്നിട്ട് ആ വെള്ളയുടുപ്പും വലിച്ചൂര്, എന്നിട്ട് നീ ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കുക. താങ്കൾ ആരാണെന്നോ നീ വീട്ടിൽ വന്ന് നോക്ക്. നീ ആരാണ്? നീ ആരാന്ന് ആദ്യം ഇടത്ത് പറഞ്ഞ. ഞാൻ ആരാന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അവൻ കണ്ടില്ലേ, അവന് ഫുൾക്കായി ഷർട്ട് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആടിൻ്റെ സകല തോല് ഉരിച്ച് അതിൻ്റെ മാംസം നിന്ന് അതിൻ്റെ അകിടിനകത്ത പാലും കുടിച്ച് വള്ളം വീർപ്പിച്ച് നടന്നിട്ടാണ് അപ്പം വന്നിട്ട് നമ്മളെ കുറ്റം പറയുന്നത്. ഒക്കോണോ ഈ ഏറിയ എന്ന്. നീ എല്ലാം കൂടെ ചേർന്ന ഈ രാജ്യത്ത്, ഈ ദൈവസഭ ഇത്രയും മുടിപ്പിച്ചോളാം. കർത്താവിൻ്റെ രാജ്യത്ത് ഇത്രയും മുടിപ്പിച്ച് നീയൊക്കെ ഒറ്റ ലീവ്, മര്യാദയ്ക്ക് പോവുക. ഓക്കെ, കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ നേരിട്ട് നിൻ്റെ ഇൻബോക്സിൽ വരാം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളിലൂടെ വെളിപ്പെട്ടു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ വൺ മാൻ ഷോ അങ്ങ് നിർത്തുക. വൺ മാൻ ഷോ നിർത്തുക, ഒരാളെന്നുള്ളത് നിർത്തിയിട്ട് ഓരോരുത്തരും, ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നേതാവിന് കളിക്കാൻ പറ്റില്ല. അതിനകത്ത് പിന്നെ നേതാവില്ല. കാരണം എവറിബഡി, ഓൾ ബോഡീസ് ഫങ്ഷൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു, കേരളത്തിലെ സകല ശരീരത്തിലെ എല്ലാ ഫുൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയുള്ള അവസ്ഥ നോക്കി. ബോഡി ഓഫ് ക്രൈസ്റ്റ് മൂവ് ചെയ്യാൻ ചോദിക്കുക. ദാറ്റ്സ് എ പവർഫുൾ ആക്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഓൾറെഡി ഭൂമിയിൽ വന്നു കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ട്രൂത്ത്. അതിനെ ഞാൻ കൃത്യമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു. വി ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. വി ആർ ഇൻ ദ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. ബിക്കോസ് ന്യൂ ടെസ്റ്റമെൻ്റ് സഭ, പുത്തൻ യെരൂശലേം വെളിപ്പെട്ടത് പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങി ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ ആ പ്രൊഫസി വരെ ഫുൾഫില്ലായി. ഇറ്റ്സ് ഹാപ്പൻഡ് ഫോർ എവർ. നൗ വി ആർ ഇൻ ദ ന്യൂ ഹെവൻ. നൗ വി ആർ ഇൻ ദ ന്യൂ എർത്ത്. നാം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ്. നിങ്ങളും ഞാനുമാണ് ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ. നിങ്ങളാണ് ദൈവത്തിൻ്റെ പുതിയ ആകാശം. അതൊന്ന് ഓരോ വിശ്വാസം ചെയ്ത്, ഐ ആം the new heaven. I am the temple of the Holy Spirit. I am the temple of the Holy Spirit. I am the temple of the Holy Spirit. ഞാനാണ് കർത്താവിൻ്റെ മന്ദിരം. ഈ ഒരൊറ്റ റെവലേഷൻ ഒരു വിശ്വാസിക്ക് വന്നാൽ മതി. You'll become a fruitful one. അദ്ദേഹം മാന്യനാകും. അദ്ദേഹം പ്രയോജനമുള്ളവനായി മാറും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായിട്ട് മാറുക. മതങ്ങളെ എടുത്ത് മാറ്റുക. മതം നിങ്ങളെ കളിപ്പിക്കും. മതമാണ് ഈ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതത്തിനാണ് ഒന്നുകിൽ നീ നരകം അല്ലെ സ്വർഗം. ഈ സംഭവം ആരാ പഠിപ്പിക്കുന്നത്? ഇത് മതമാണ്. ഹിന്ദു മതം അത് പഠിപ്പിക്കുന്നു, ഇസ്ലാം മതം പഠിപ്പിക്കുന്നു, ബുദ്ധമതം പഠിപ്പിക്കുന്നു, ക്രിസ്തു മതം പഠിപ്പിക്കുന്നു. എല്ലാ മതവും സ്വർഗത്തിൽ പോകുന്ന പഠിപ്പിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു മാത്രം സ്വർഗത്തെ ഭൂമി കൊണ്ടുവരുന്ന പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു മാത്രം സ്വർഗത്തെ ഭൂമി കൊണ്ടുവരുന്ന പഠിപ്പിക്കുന്നു. ഇപ്പം റിലീജിയൻ നിങ്ങളെ ഇവിടുന്ന് അവിടോട്ട് കൊണ്ടുപോകാൻ പഠിപ്പിക്കുന്നു. ദൈവരാജ്യം സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ പഠിപ്പിക്കുന്നു. സോ എന്താണോ ഈ മതങ്ങൾ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി, ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടുണ്ടാവും. എനിക്ക് സഹോദരന്മാരുടെ ഓരോ വർത്തമാനം കേട്ടിട്ട്, എഴുന്നേറ്റ് പച്ചക്കറി നടുക, രാത്രിയിലാണോടാ ചെറുക്കുക പച്ചക്കറി കാണുന്നത്? നിങ്ങളുടെ വീട്ടിലൊക്കെ രാത്രിയിലാണോ? ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ 2-3 പ്രാവശ്യം ചൂടായി, വേണ്ട. ഓക്കെ, അപ്പോൾ ഈ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്നും അത് ഇനിയും യേശു വന്ന ശേഷം ഉണ്ടാകും എന്നുള്ളതൊക്കെ ആ
മാജിക്കെല്ലാം നമ്മൾ കളഞ്ഞിട്ട് മാജിക്കെല്ലാം ആ ചിന്തകളൊക്കെ കളഞ്ഞിട്ട് all days came, so we are in the new heaven, we are in new earth. More than that, we are in the new Jerusalem. The church is in the new Jerusalem. നമ്മൾ പുതിയ യെരുശലേമിലാണ്. നമ്മൾ പുതിയ യെരുശലേമിലാണ്. അതിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കും. ഞാൻ ആ ലാസ്റ്റ് വേർഡോടെ പറയാം. എന്തുകൊണ്ടാണ് യെരുശലേമിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? നമ്മൾ ചോദിക്കും കള്ളന്മാരും കൊള്ളക്കാരും കയറത്തില്ല എന്ന്. ഞാൻ ഇതിനൊക്കെ മറുപടി പറയാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ. എന്തുകൊണ്ടാണ് യെരുശലേമിൻ്റെ വാതിൽ തുറന്നിട്ട്? അതിന് വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കാറ്? ഒരു കള്ളനും അതിനകത്ത് കയറത്തില്ല. അതുകൊണ്ടാണ് ഒരു കള്ളനും അതിനകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. ഉദാഹരണം പറയാം. നമ്മുടെ ശരീരം ഫുൾ ചെളിയുള്ളൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മാന്യന്മാരായി വെളിച്ചത്തിൽ പോയി നിൽക്കത്തില്ല. അതായത് ഫുൾ ചെളിയുള്ള അഴുക്ക് പിടിച്ച വസ്ത്രം ധരിച്ച ഒരാൾ ഒരിക്കലും നല്ല പ്രകാശമുള്ളൊരു സ്ഥലത്ത് പോയി നിൽക്കത്തില്ല. വൈ? ആ ലൈറ്റ്, അതായത് ആ പ്രകാശത്തിൽ നിൽക്കാൻ ഒരശുദ്ധന് പറ്റില്ല. മനസ്സിലായി? അതായത് പുതിയ യെരുശലേമിൻ്റെ ഫ്രണ്ടിൽ ഒരിക്കലും കാവൽക്കാരില്ല. നമ്മൾ ഏതെങ്കിലും തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായിട്ട് കെറൂബുകളെ കാവൽ നിർത്തിയേക്കുന്നത് കാണാൻ പറ്റും. കാരണം അതിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ. എന്നാൽ പുതിയ യെരുശലേമിൽ അങ്ങനെ ഒരു വാതിലില്ല. കാര്യം ഒറ്റ കാര്യമുള്ളൂ. ഒരഴുക്കുള്ളവനും ഒരഴുക്കനും ഒരു വസ്ത്രത്തിൽ കളങ്കമുള്ളവനും ഇതിനകത്ത് പ്രവേശിക്കത്തില്ല എന്ന് ദൈവത്തിന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അതിന് വാതിലില്ല. അപ്പം പ്രസൻസ് ഓഫ് ഗോഡിൽ, ആ ലൈറ്റ് ഓഫ് ഗോഡിൽ ഒരു കപട ഉള്ളവനും നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു അഴുക്കുള്ള മനുഷ്യൻ, ഒരു പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഞാൻ ഇപ്പോൾ പുതിയ യെരുശലേമിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ അവൻ്റെ നേച്ചർ മൊത്തം ആ വെളിച്ചത്തിൽ വെളിപ്പെടുകയാണ്. വെളിച്ചത്തിൽ വെളിപ്പെട്ടാൽ he will be ashamed of it. He will never come to the light. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വെളിച്ചം വന്നിരിക്കെ മനുഷ്യൻ വെളിച്ചത്തെ സ്നേഹിക്കാതെ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ ന്യായവിധി. എന്തുകൊണ്ടാണ് ജനം ഇരുളിനെ ഇഷ്ടപ്പെടുന്നറിയോ? ഇരുളിനെ ഇഷ്ടപ്പെടുന്നതിന് കാരണം അവരുടെ രഹസ്യങ്ങളെല്ലാം പുറത്തു വരും. സോ അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു ഹൈഡ് ഇൻ ദ ഡാർക്ക്നെസ്. അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കറകളും വെളിയിൽ വരും. അതുകൊണ്ട് അത് ഹൈഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും വെളിച്ചത്തിൽ ആ വെളിച്ചം അവരുടെ ഇന്നർ ബീയിങ്ങിനെ വെളിയിൽ വരുത്തും. That's why nobody will come to the New Jerusalem even though the door is already open forever. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ സഭ, അതായത് ആ പുത്തൻ യെരുശലേം എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ സഭയ്ക്കകത്ത്, അപ്പം ചർച്ചിനകത്ത് ആൾ വന്ന് കയറുന്നുണ്ടല്ലേ. ചർച്ചിൽ ആർക്കും വന്ന് കയറാൻ പറ്റും, സഭയ്ക്കകത്ത് ആർക്കും വന്ന് കയറാൻ പറ്റും. പക്ഷേ ഒറിജിനലി ആ ന്യൂ ജെറുസലേമിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആകുന്നെങ്കിൽ ആ വ്യക്തിക്ക് വെളിച്ചത്തിൽ നിൽക്കണമെങ്കിൽ അവൻ്റെ അങ്കി കഴുകിയിരിക്കണം. കീറിയ ഉടുപ്പം കൊണ്ട്, അഴുക്ക് പിടിച്ച വസ്ത്രം കൊണ്ട് ഞാൻ മാന്യന്മാരുടെ മുമ്പിൽ പോയി നിൽക്കത്തില്ല. I cannot stay there. I cannot stay there. Why? Because I'm totally ugly. So the New Jerusalemന്റെ ഡോർ ഓപ്പൺ ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ന്യൂ ജെറുസലേം ഓൾറെഡി ഉണ്ട് ഇവിടെ. We are already in the New Jerusalem.
നമ്മൾ പുതിയ യെരൂശലേമിനകത്താണ്. ഇത് മനസ്സിലാകണം. നമുക്ക് വെളിച്ചത്തിൽ പോയി നിൽക്കാനുള്ള കൃപ വേണം. അതായത് ഏത് മനുഷ്യർക്കും ധൈര്യമായിട്ട് വെളിച്ചത്തിന് മുമ്പിൽ പോയി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യം ഉണ്ടാകണമെങ്കിൽ അവൻ്റെ അങ്കി ക്ലീൻ ആയിരിക്കണം. അവൻ്റെ അങ്കിയിൽ ഒരു കീറലുണ്ടാകാൻ പാടില്ല. അവൻ്റെ നഗ്നത മറഞ്ഞിരിക്കണം. ഈ 2 പ്രധാന നേച്ചർ അവനുണ്ടെങ്കിൽ ഹി ക്യാൻ സ്റ്റാൻഡ് എനിവെയർ, എനി ലൈറ്റിൽ നിൽക്കാൻ പറ്റും, ആരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും. പുത്തൻ യെരൂശലേമിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുക. 2000 years ആയി. ഫൈനൽ വേർഡ് ഞാൻ പറയാം. ഇപ്പോൾ സഭ എവിടെയാണ്? ഒരു ചോദ്യമുണ്ട്. എന്നോട് പലരും ചോദിക്കും, ഇപ്പോൾ ചർച്ച എവിടെയാണ്? ഇപ്പോൾ ചർച്ച് എവിടെയാണ്? ഐ എം ടെല്ലിങ് യു, നൗ ചർച്ച് ഈസ് in the book of Revelation chapter 22 verse 1. ഇപ്പോൾ സഭ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുന്നു. We are seated with Christ in the heavenly places. That means ക്രിസ്തുവിനോട് കൂടെ നാം സിംഹാസനത്തിലാണ്. അവിടെ അതുകൊണ്ട് പറഞ്ഞു, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. We are sharing the throne with Jesus Christ. We are in the throne. Where is church now? Church is not now in Revelation chapter 6, 7, 8, 9, 10. No. ചർച്ച് ഇന്ന് 22-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലാണ്. സിംഹാസനത്തിലാണ്, രാജാക്കന്മാരാ. ദ ലൈഫ് ഓഫ് ഗോഡ്, ദ റിവർ ഓഫ് ഗോഡ് ഈസ് ഫ്ലോയിങ് ത്രൂ അസ്. സത്യത്തിൻ്റെ ആ ജീവജല നദി നമ്മിലൂടെ ഒഴുകുകയാണ്. ഫോർ ദ ഹീലിംഗ് ഓഫ് ദ നേഷൻ ആൻഡ് ഫോർ ദ ക്ലെൻസിങ് ഓഫ് ദ സിക്ക് ആൻഡ് ദ സിന്നേഴ്സ്. സഭ, നിങ്ങൾ ഈ റെവലേഷൻ നിങ്ങളുടെ മനസ്സിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമാണ്. നമ്മൾ 22-ന്റെ 1-ാമത്തെ വാക്യത്തിൽ, അതായത് ദൈവത്തിൻ്റെ കൂടെ കുഞ്ഞാടിൻ്റെ കൂടെ അവൻ്റെ മണവാട്ടിയായ സഭ, അവൻ്റെ രാജ്ഞി സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന റെവലേഷൻ. ചർച്ചിന് യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ചുള്ള റെവലേഷൻ ഉണ്ട്. 7 മണിക്കൂർ കാൽവരിയിൽ തൂങ്ങിക്കിടന്ന ക്രിസ്തുവിനെ കുറിച്ച് വി ആർ പ്രീച്ചിങ് ദാറ്റ് മെസ്സേജ് ലാസ്റ്റ് 2000 years. പക്ഷെ കഴിഞ്ഞ 2000 വർഷമായി സിംഹാസനത്തിലിരിക്കുന്ന യേശുവിനെ കുറിച്ച് nobody is preaching. Always we are focusing on cross. But ക്രോസിൽ യേശു വെറും 7 മണിക്കൂറേ ഉള്ളൂ. But the last 2000 years Jesus is in the throne. We are with Jesus in the throne. We are the kings and priests. Church is the kingdom priesthood. They are the royal king and the royal priesthood, seated with God in the heavenly places. The river of life is flowing through us. This is the condition of the church today. എത്ര മനോഹരമാണ് നോക്കിയ ജീവിതം. ദൈവരാജ്യത്തിൻ്റെ പണിക്കാരാവണം. ഞാനിച്ചിരി കാര്യങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ കാര്യം, സത്യത്തിന് ഒരിക്കലും കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. I know what I am preaching is true. ആരെങ്കിലും ഒരാൾ തിരുവെഴുത്ത് വെച്ച് ഖണ്ഡിക്കാൻ തയ്യാറെങ്കിൽ വരിക, I am ready. I am very much sure that the kingdom of God is now. Now we are in the New Jerusalem. Now we are new heaven and new earth. It's happened. Thank you, Lord Jesus. അതുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം വിടുക. ഇടയ്ക്ക് വന്ന് കയറിയവർക്കായിരിക്കും ചില കാര്യങ്ങൾ മനസ്സിലാകാതിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്ത കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചൂടോട് തന്നെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത, അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, മാന്യന്മാരാകാൻ പഠിക്കുക. ആദ്യം മാന്യത പഠിക്കുക. അതായത് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരുടെ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക. അത് ആദ്യം പഠിക്കുക. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. മനുഷ്യനാകുക. പാസ്റ്റർ ആകുന്നതിനൊക്കെ നല്ലത് ആദ്യം മനുഷ്യനാകുക. നല്ല കോമൺ മാൻ ആകുക. പിന്നെ ഒരു ദൈവദാസന് നേരെ നിങ്ങൾക്ക് എന്തും സംസാരിക്കാം. യു ക്യാൻ ടോക്ക് എനിത്തിങ്.
അപ്പോൾ അദ്ദേഹത്തിന് പരിമിതിയുണ്ട്. ഇതേ സമയത്ത് നീ ഇവിടുത്തെ ഒരു സെക്കുലർ ആളിനോടായിരുന്നെങ്കിൽ നിനക്ക് മറുപടി ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു വരുന്നെന്നുള്ള കാര്യം കൂടെ ഓർക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു കർത്താവിൻ്റെ ദാസൻ ഇതൊക്കെ ഞങ്ങളിതൊക്കെ സഹിക്കും, ഞങ്ങളിങ്ങനെയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സഹിക്കും. പക്ഷേ കോമൺ പീപ്പിൾ വിൽ നോട്ട് ഡു ദാറ്റ്. സോ മനുഷ്യൻ ആദ്യം ഒരു മതത്തിൻ്റെ ആളാകുന്നതിനൊക്കെ നല്ലത് ഒരു സാധാരണ മനുഷ്യനാകണം, നല്ല മനുഷ്യനാകണം. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം, മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അതാദ്യം പഠിക്കണം. ഞാനത് കഴിഞ്ഞ ദിവസത്തിന് മുമ്പേ ഈ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു ലൈവ് ഇട്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഈ നല്ല അപ്പനും അമ്മയ്ക്കും വളരാതെ കച്ചടയായിട്ട് വളർന്നതുകൊണ്ടാണ് പൊതുവായിട്ട് മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാത്തത്. ഈ കച്ചടയായിട്ട് അപ്പോൾ മറ്റുള്ളവർ ആരെ കണ്ടാലും ചീത്ത വിളിക്കാൻ തോന്നുന്നത് വളർത്തുദോഷം കൊണ്ടാണ്. ഞാനിവിടെ വന്നിട്ട് ഒരാളെയും വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കാറില്ല, ഒരാളെ ആക്ഷേപിച്ചിട്ടില്ല, ഒറ്റ ആളിനെയും. അസത്യത്തെ അസത്യമെന്ന് പറയുന്നു, തെറ്റിനെ തെറ്റെന്ന് പറയുന്നു. വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കത്തില്ല, ഒരാളെ ആക്ഷേപിച്ചിട്ടുമില്ല. അപ്പം നല്ല വീട്ടിൽ നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും ഒക്കെ വളർന്ന് നല്ല രീതിയിൽ വളർന്നു വന്നവരെല്ലാവരും മാന്യരായിട്ട് ഇടപെടത്തുള്ളൂ. ഈ അപമാന നിലയിൽ മറ്റുള്ളവരെ റെസ്പെക്റ്റ് കൊടുക്കാതെ മാന്യത കൊടുക്കാതെ സംസാരിക്കുന്നവരെല്ലാം കച്ചട സാഹചര്യത്തിൽ വളർന്നതാണ്. വെറും കച്ചട, നല്ല കുടുംബത്തിൽ പോലും പറഞ്ഞായിരിക്കത്തില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. മാന്യമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല അവർക്ക്. അവരൊക്കെ ആരെ കണ്ടാലും അങ്ങ് എതിരാളിയായിട്ടാണ് തോന്നുന്നത്. അത് വളർത്തുദോഷമാണ്. പാസ്റ്റർ ബിജു PS, താങ്കളെ ഞാൻ താങ്കൾ എന്നെ അഭിസംബോധന ശരിയായിരിക്കും. പക്ഷെ ഉടായിപ്പ് എന്നൊരു സാധനം ആദ്യം ബിജു പാസ്റ്റർ പറഞ്ഞായിരുന്നു. അവിടെ എന്താ ഉടായിപ്പ് എന്നോട് പറയാനുള്ള ഉത്തരവാദിത്തം കൂടെ താഴുണ്ട്, അതുകൂടെ പറയണം. ഞാൻ നീ പോടാന്നൊക്കെ പറയുന്നത് എൻ്റെ വാളിൽ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞാൽ ഞാൻ അതിൽ കൂടുതലും പറയും. അതാദ്യം ബ്രദർ മനസ്സിലാക്കാം. നിങ്ങൾ ഒരാളെ കയറി ചൊറിഞ്ഞിട്ട് തിരിച്ചു പറയുന്നു എന്ന് ചിന്തിക്കരുത്. എന്നിട്ട് വലിയ മാന്യനും വിശുദ്ധനും കളിക്കണ്ട. അതാദ്യം മനസ്സിലാക്കുക. ഒരാളെ പോയി വെറുതെ തെറി പറഞ്ഞിട്ട് അവൻ തിരിച്ചു പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് നിങ്ങൾ എൻ്റെ സ്റ്റാൻഡേർഡിനെ അളക്കാൻ വരേണ്ട ആവശ്യമില്ല. ബിജു PS എന്ന് പറയുന്ന ഒരാളിനെ ഞാൻ അങ്ങോട്ട് കയറി ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ലൈവിൽ പറഞ്ഞില്ല ഇങ്ങനെ പാസ്റ്റർ ബിജു എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട്, പുള്ളി കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ ആരെക്കുറിച്ചും ഞാൻ പറഞ്ഞില്ല. ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകരുത്, അറ്റാക്ക് ചെയ്യാൻ പോകാൻ പാടില്ല. കാരണം ഈ ദൈവദാസന്മാരെന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ എല്ലാവർക്കും കൂടെ കൊട്ടാൻ വരുന്ന ചെണ്ടയൊന്നുമല്ല. അതാദ്യം മനസ്സിലാക്കണം. ഈ ദൈവദാസന്മാരെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വായിരിക്കുന്ന കേൾക്കാനും എല്ലാവരും പറയുന്നത് കേൾക്കാനുള്ള ലോകത്തിൻ്റെ മുഴുവൻ സഹിഷ്ണുതയെല്ലാം കൂടെ പ്രാപിച്ച യൂണിവേഴ്സിറ്റി ഒന്നുമല്ല നമ്മൾ. യെസ്, കോമൺ പീപ്പിളാണ്. ഐ ആം എ കോമൺ മാൻ. ജനത്തിന് മനസ്സിലാകും. എൻ്റെ വളർത്തു ദോഷം ബിജു പാസ്റ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ചുമ്മാ നിങ്ങൾ നാണക്കെടാതെ പോ മനുഷ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ജനിച്ചതിൻ്റെ കുഴപ്പവും വളർന്നതിൻ്റെ കുഴപ്പമൊക്കെ ഈ കപ്പയും കഞ്ഞിയൊക്കെ കൊടുക്കുന്നതിന് ഒരു ഇവനൊക്കെ ചൊല്ലൊക്കെ കൊടുത്ത് വളർത്തണമായിരുന്നു. മറ്റുള്ളവരെ ബഹുമാനം ഇത് ഇവർ പള്ളിയിൽ ഇതാ പഠിപ്പിക്കുന്നത്. ഇവർ ഈ പെന്തക്കോസ്തിനകത്തും ഇതല്ലേ പഠിപ്പിക്കുന്നത്. പെന്തക്കോസ്തിനകത്ത് എന്തോ പഠിപ്പിക്കുന്നത്. അവരുടെ പള്ളിയിലല്ലാത്ത എല്ലാവരും കള്ളന്മാർ. ഒരു മർത്തോമേൽ അച്ഛൻ പോയ കള്ളൻ, ഒരു യാക്കോബേൽ അച്ഛൻ പോയ കള്ളൻ, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയെ കണ്ടാൽ പറയും പിശാച്, ഒരു പള്ളി കണ്ടാൽ പറയും വൈശാചികം, അല്ലേ, ഒരു കുരിശടി കണ്ടാൽ പറയും സാത്താൻ്റെ ഗോപുരം. ഇത് പഠിപ്പിച്ച് വരുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കുക, ഇതല്ലേ പഠിപ്പിക്കുന്നത്. നമ്മളെ മാത്രം ശരി, ബാക്കി മുഴുവൻ ആളുകളും കള്ളന്മാരാണ്. കുരിശടി കള്ളം, പള്ളി കള്ളം, അച്ഛന്മാർ കള്ളന്മാർ, കന്യാസ്ത്രീമാർ കള്ളന്മാർ, പോപ്പ് അന്തിക്രിസ്തുവാണ്, പിന്നെ അവർ കുഴപ്പക്കാരാണ്. ഇത് മാത്രം പഠിപ്പിക്കുന്നവർക്ക് ലോകം മുഴുവൻ ഇതേ പറയുന്നുള്ളൂ. സോ അതുകൊണ്ട് ആ ആളുകൾക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയത്തില്ല. ഇതാണ് അവരുടെ പ്രശ്നം. കാരണം അവർ ചർച്ച് ഫുൾ ഇതാണ് സംസാരിക്കുന്നത്. അത് നിർത്തണം. ആദ്യം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ട് മർത്തോമായ പള്ളിയിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പാസ്റ്റേഴ്സിനോട് റെസ്പെക്റ്റ് ആയിരുന്നു, അച്ഛന്മാരോട് റെസ്പെക്റ്റ് ആയിരുന്നു. ഇതും മനസ്സിലാക്കണം. ഇതിപ്പം നിങ്ങൾ പറയും എൻ്റെ വളർത്തോളം ഞാൻ 20 വർഷത്തോളം പെന്തക്കോസ്തിലായിരുന്നു.
ആ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ സമയം. ഞങ്ങൾ മാർത്തോമയിലായിരുന്നേ, മാന്യരായിരുന്നു, വളരെ മാന്യമായ നിലയിൽ ആളോട് സംസാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും എന്നിലൊരു ബാഡ് ഹാബിറ്റ് വന്നെങ്കിൽ അത് പെന്തക്കോസ്തി വന്ന ശേഷമുള്ളതാണ്. അതിനി മാറാൻ കുറച്ച് ദിവസം എടുക്കും, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ, മാർത്തോമ പറയുമ്പോൾ അച്ഛന്മാരെ ബഹുമാനിക്കുമായിരുന്നു. അവരെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ തൊഴുത് പോകത്തുള്ളായിരുന്നു. പെന്തക്കോസ്തിലോട്ട് വന്നപ്പം ആദ്യം പഠിപ്പിച്ചത് അച്ഛനെന്ന് പറഞ്ഞാൽ കുപ്പായ വിട്ടവരെല്ലാം കള്ളന്മാരാണ്, നടുക്കെട്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കള്ളൻ്റെ ലക്ഷണമാണ്. ഇവരെല്ലാം കൂടെ ജനങ്ങളെ നരകത്തിക്കൊണ്ട്, ഇതാണ് നമ്മൾ കുഞ്ഞു പ്രായത്തിൽ 13 വയസ്സ് ഇപ്പോൾ കേൾക്കുന്ന മെസ്സേജാണ്. 13ാമത്തെ വയസ്സ് ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ കേട്ട വാക്കാണ്, അച്ഛന്മാരെല്ലാം കള്ളന്മാരാണ്, അവരെല്ലാം ദുരാത്മാക്കളാണ്, കള്ളമേ പഠിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ആ മർത്തോമായി നിന്ന് പുറത്തിറക്കിയതേ. അപ്പം അന്നേരം മുതൽ, കൊച്ചു പ്രായം മുതൽ നമ്മുടെ മനസ്സിൽ കുത്തിവെക്കുന്ന എന്തുവാ, അവൻ കള്ളൻ, ഇവൻ കള്ളൻ, നമ്മൾ മാത്രം വിശുദ്ധർ. ഈ ഒരു തീവ്രവാദമാണ് നമ്മുടെ തലയെ കയറ്റിയത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ആളുകളോട് പ്രതികരിക്കാനുള്ള തോന്നൽ വരുന്നത്. ഇതായിരുന്നു സംഭവം. അവസാനം എന്ത് പറ്റി? ഞാൻ അന്ന് 8ാം ക്ലാസ്സിലങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ പോവുക, ഞങ്ങളുടെ മാർത്തോമ പള്ളിയിൽ ഒരു അച്ഛനെ പോകുമ്പോൾ റോഡിൽ കിടന്ന് മെറ്റലെടുത്ത് ആ മനുഷ്യനെ എറിഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാൽ ആ പള്ളിയിൽ കിട്ടിയ തീവ്രവാദം. ആ ചർച്ചിലെ വിശ്വാസികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു, അവരെല്ലാം എന്നെ കണ്ടിരുന്നേ, അവരെന്നെ തല്ലി കൊന്നേനെ. എന്തെന്ന് ചോദിച്ചാൽ പള്ളിയിൽ നിന്ന് കിട്ടിയ, നമ്മുടെ ചർച്ചിൽ നിന്ന് കിട്ടിയതാണോ. അപ്പം ഇത് മാറാൻ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ കൾച്ചറിൽ വളർന്നതുകൊണ്ടാണ് നമുക്ക് ആരെയും ബഹുമാനിക്കാൻ അറിയത്തില്ല, ഒരു മനുഷ്യനെ ബഹുമാനിക്കാൻ അറിയത്തില്ല, ഒരു മനുഷ്യനെ ബഹുമാനിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വക്താക്കളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരോടെ ജീവിക്കുക, നേർമയിൽ ജീവിക്കുക, സത്യത്തിൻ്റെ സാക്ഷികളാകുക, അസത്യത്തെ ഒഴിവാകുക. നിങ്ങൾ ഞാനും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. വി നീഡ് ടു ഷോ ദ കൾച്ചർ ഓഫ് ഹെവൻ. ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ നമ്മൾ വെളിപ്പെടുത്തണം. ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ വെളിപ്പെടുത്തണം. സോ ഐ വോണ്ട് ടു ഫിനിഷ് നാഫ്. പുതിയ ആകാശം, പുതിയ ഭൂമി എന്ന് പറയുന്നത് അവൻ്റെ സഭയും പുതിയ നിയമവുമാണ്. പഴയ ആകാശവും പഴയ ഭൂമിയും എന്ന് പറയുന്നത് യെരൂശലേമും അവൻ്റെ സിസ്റ്റവുമാണ്. ആ പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങിപ്പോയി, പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെട്ടു വന്നു. വി ആർ ഇൻ ദ ന്യൂ ജെറുസലേം. വി ആർ ഇൻ ഗോഡ്സ് ന്യൂ ജെറുസലേം. The doors of the Jerusalem is open forever. Nobody can enter into that Jerusalem because it is the place of light. അത് പ്രകാശത്തിൻ്റെ സ്ഥലമാണ്. കപടതയ്ക്കും കള്ളത്തിനും ഭോഷ്കിനും അപവാദത്തിനും പാപത്തിനും ഇത് ഈ വസ്ത്രത്തെ മലിനമാക്കിയ nobody can enter into that Jerusalem even though the door is opened forever. ആരും ഒരു കള്ളനും കയറത്തില്ല. കാരണം the place is full of light and full of glory. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അസത്യങ്ങളിൽ നിന്നും ഭോഷ്കിൽ നിന്നും ജയം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയും യേശു വന്ന ശേഷം പുതിയ ആകാശം പുതിയ ഭൂമിയും വരുമെന്നുള്ള ആ ചിന്തകളും പഠനങ്ങളും വ്യാജമാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ബേസിൽ മുമ്പോട്ട് പോകാൻ കേൾവിക്കാർക്ക് ദൈവം ഇടവരുത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളത്തെ ദിവസം നമ്മൾ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള 6ാമത്തെ മുദ്ര എന്ന് പറയുന്ന ആ മുദ്രയെക്കുറിച്ചുള്ള പഠനമുണ്ടായിരിക്കും. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നിന്ന് 4 കുതിരകളെ അഴിച്ചു കൊണ്ടുവരുന്ന ആ മഹാപീഡനത്തിൻ്റെ കഥയുണ്ടാകും. സോ 6ാമത്തെ കാഹളത്തെ കേൾക്കാൻ നാളെ നമുക്ക് ലൈവിൽ വരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേൾക്കാൻ ചെവിയോളം കേൾക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എൻ്റെ കേൾവിക്കാർക്ക് ഏതെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ചില ആളുകൾക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സോ നാളെ നമുക്ക് കാണാം. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തെ തുടരാം. ഗോഡ് ബ്ലെസ് യു. Good night.